സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരുന്ന പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇംഗ്ലീഷിലെ ലക്ഷക്കണക്കിന് വാക്കുകളുണ്ട്. ഇതെല്ലാം പഠിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ അത് ആരായാലും 1000-ൽ താഴെ വേർഡ്സ് മാത്രമാണ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഉപയോഗിക്കുന്നത്. നമുക്കും ഇത്രയൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ. വേർഡ്സ് പഠിക്കുന്നതിന് വേണ്ടി ഒരു ഡിക്ഷണറി എടുത്തു വെച്ച് റാൻഡംലി കണ്ട വേർഡ്സ് ഏതെങ്കിലും പഠിക്കുകയല്ല വേണ്ടത്. നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള വേർഡ്സ്, മറ്റുള്ളവരെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വേർഡ്സ്, അത് വേണം നമ്മളും പഠിക്കാൻ. അത്തരത്തിലുള്ള 50 വേർഡ്സ് ആണ് ഇന്നത്തെ ലെസണിലുള്ളത്. ഇത് പലതും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, അറിയാത്തതും കാണും. എന്തായാലും വീഡിയോ മുഴുവൻ കാണുക. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ലെസൻ്റെ ഹോംവർക്ക് ഒന്ന് നോക്കാം. നമ്മൾ ജയിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? പലരും ഇതിന് ആൻസർ എഴുതിയതിൽ ഈഫ് ഉപയോഗിച്ച് കണ്ടു, വെദർ അത് ഉപയോഗിച്ച് കണ്ടു. ആക്ച്വലി നീ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു തിങ്ക്. ഡു യു തിങ്കിന് ശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ദാറ്റ് ക്ലോസ് ആണ് കേട്ടോ, ഈഫ് അല്ല. ഡു യു തിങ്ക് ദാറ്റ് വി വിൽ വിൻ. നമ്മൾ ജയിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഡു യു തിങ്ക് ഈഫ് വി വിൽ വിൻ അല്ല, ഡു യു തിങ്ക് ദാറ്റ് വി വിൽ വിൻ. അവളാണ് ബോസ് എന്ന പോലെ അവൾ പെരുമാറുന്നു. ഷീ ആക്ട്സ് അല്ലെങ്കിൽ ഷീ ബിഹേവ്സ്. എന്ന പോലെ എന്ന് പറയാൻ നമുക്ക് ആസ് ഇഫ് ഉപയോഗിക്കാം, ആസ് ദോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലൈക്ക് ഉപയോഗിക്കാം. ലൈക്ക് ഉപയോഗിക്കുന്ന കുറച്ചുകൂടി ഇൻഫോർമൽ ആയ ഒരു സ്റ്റൈലിലാണ്. ഷീ ആക്ട്സ് അല്ലെങ്കിൽ ഷീ ബിഹേവ്സ് ആസ് ഇഫ് ഷീ വാസ് ദ ബോസ് അല്ലെങ്കിൽ ഷീ വേർ ദ ബോസ്. ഇവിടെ നമ്മൾ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കുമ്പോൾ ആ സിറ്റുവേഷൻ റിയൽ അല്ല എന്നൊരർത്ഥമുണ്ട്. അതായത് അവളല്ല ബോസ്, പക്ഷെ അവൾ അങ്ങനെയാണ് പെരുമാറുന്നത്. ഇനി അവളാണ് ബോസ് എങ്കിൽ, അങ്ങനെ ഒരു സാധ്യത നിലവിലുണ്ടെങ്കിൽ നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് അല്ല ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക ആസ് ഇഫ് ഷീ ഈസ് ദ ബോസ് എന്നാണ്. ആസ് ഇഫിനും ആസ് ദോയ്ക്കും ശേഷം ഒരു പാസ്റ്റ് ടെൻസ് വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം റിയൽ അല്ല എന്നൊരു മീനിങ് ആണുള്ളത്. ഷീ ബിഹേവ്സ് ആസ് ഇഫ് ഷീ വാസ് ദ ബോസ് എന്ന് പറയുമ്പോൾ അവൾ ബോസ് അല്ല, പക്ഷെ അവൾ പെരുമാറുന്നത് ബോസിനെ പോലെയാണ് എന്നർത്ഥമാണ്. ഷീ ബിഹേവ്സ് ആസ് ഇഫ് ഷീ ഈസ് ദ ബോസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവൾ തന്നെ ആയിരിക്കാം ബോസ്, അവൾ പെരുമാറുന്നതും ബോസിനെ പോലെ തന്നെയാണ് എന്നൊരർത്ഥം വരും. നമുക്ക് ഇതുപോലത്തെ അൺറിയൽ ആയ കമ്പാരിസൺസിൽ നമുക്ക് വാസിന് പകരം സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയും വേർ ഉപയോഗിക്കാം. അതായത് നമുക്കിവിടെ ആസ് ഇഫ് ഷീ വേർ ദ ബോസ് എന്നും പറയാം. ആക്ച്വലി അതാണ് കൂടുതൽ കോമൺ. ഇവിടെ നമുക്ക് ലൈക്ക് ഉപയോഗിക്കാം. ഷീ ബിഹേവ്സ് ലൈക്ക് ഷീ വാസ് ദ ബോസ്. ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കിയതും അവൾ അടുത്ത പ്രൊജക്റ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു കാര്യം ചെയ്തതും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞതും മറ്റൊരു കാര്യം ചെയ്യാൻ തുടങ്ങി എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന കൺജങ്ഷനാണ് ആസ് സൂൺ ആസ്. നോ സൂണർ ദാൻ, ഹാർഡ്ലി വെൻ. ഈ കൺജങ്ഷൻസ് ഉപയോഗിച്ചും നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. നമുക്കിതിവിടെ ആസ് സൂൺ ആസ് ഉപയോഗിച്ച് എങ്ങനെ പറയാമെന്ന് നോക്കാം. ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കിയതും, ആസ് സൂൺ ആസ് ഷീ ഫിനിഷ്ഡ് വൺ പ്രൊജക്റ്റ്. അവൾ അടുത്ത പ്രൊജക്റ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതായത് പാസ്റ്റ് ടെൻസിലുള്ള കാര്യമാണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പാസ്റ്റ് ടെൻസസ് ഉപയോഗിക്കുന്നത്. ആസ് സൂൺ ആസ് ഷീ ഫിനിഷ്ഡ് വൺ പ്രൊജക്റ്റ്, ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദ നെക്സ്റ്റ് പ്രൊജക്റ്റ്. അത് മുഴുവൻ പറയണമെന്നില്ല, ഓൺ ദ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ആസ് സൂൺ ആസ് ഷീ ഫിനിഷ്ഡ് വൺ പ്രൊജക്റ്റ്, ഒരു പ്രൊജക്റ്റ് അവൾ പൂർത്തിയാക്കിയതും ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദ നെക്സ്റ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ് കേട്ടോ, ഇൻ ദ പ്രൊജക്റ്റ് അല്ല, ഓൺ ദ നെക്സ്റ്റ് പ്രൊജക്റ്റ്. രണ്ട് ക്ലോസിലും നമ്മൾ ഉപയോഗിച്ച സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. എനിക്ക് സമയം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. എന്താ അറിയാത്തത്? സമയം ഉണ്ടാവുമോ. വിൽ ഐ ഹാവ് ടൈം. അപ്പോൾ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കണം. ഐ ഡോണ്ട് നോ ഈഫ് ഐ വിൽ ഹാവ് ടൈം. പിന്നെ വിൽ ഐ ഹാവ് ടൈം എന്ന് പറയരുത്, ഐ വിൽ ഹാവ് ടൈം. ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ, അതായത് നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ സാധാരണ വേർഡ് ഓർഡർ ആയിരിക്കും. സബ്ജക്റ്റ് ആദ്യം, പിന്നെ ഓക്സിലറി വെർബ്. ഐ ഡോണ്ട് നോ ഈഫ് ഐ വിൽ ഹാവ് ടൈം. എനിക്ക് സമയം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. തലവേദന ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ ആ ഫിലിം ആസ്വദിച്ചു. കോൺട്രാസ്റ്റിംഗ് ആയ രണ്ട് ഐഡിയാസ് ആണ്. തലവേദന ഉണ്ടായിരുന്നു, പക്ഷെ സിനിമ ആസ്വദിക്കുകയും ചെയ്തു. തലവേദന ഉള്ള ഒരാൾക്ക് ഫിലിം ആസ്വദിക്കാൻ സാധാരണഗതിയിൽ ബുദ്ധിമുട്ടുണ്ടാവേണ്ടതാണ്. ഇതുപോലത്തെ ഐഡിയാസിനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ ദോ, ഓൾ ദോ, ഈവൻ ദോ ഇതുപോലത്തെ കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ ആ 3 കൺജങ്ഷൻസിൽ ഏതും ഉപയോഗിക്കാം. ഈവൻ ദോ ഐ ഹാഡ് എ ഹെഡ് ഏക്ക് ഐ എൻജോയ്ഡ് ദ ഫിലിം, അല്ലെങ്കിൽ ദോ ഐ ഹാഡ് എ ഹെഡ് ഏക്ക് ഐ എൻജോയ്ഡ് ദ ഫിലിം. ഇനി ഇന്നത്തെ ലെസൺ ഏറ്റവും കോമൺ ആയ 2 വേർബ്സ് അത് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. പലർക്കും പക്ഷേ ഇത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ കൺഫ്യൂഷനുണ്ട്. സേ, ടെൽ. 2 വെർബിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, പറയുക. പക്ഷെ ഉപയോഗിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ആരോട് പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ടെൽ ഉപയോഗിക്കുക.
ആരോട് പറഞ്ഞു എന്ന് പറയാതെ പറഞ്ഞു എന്ന് മാത്രം പറയാനാണ് സേ ഉപയോഗിക്കുക. അതായത് സേക്ക് ശേഷം ഒരു ഒബ്ജക്റ്റ് ഇല്ല, ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഇല്ല. പക്ഷെ ടെല്ലിന് ശേഷം എല്ലായ്പ്പോഴും ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ആരോട് പറഞ്ഞു അല്ലെങ്കിൽ ആരോടാണ് പറയുന്നത് എന്ന് നമ്മൾ വ്യക്തമായി പറയണം. ഷീ സെഡ് സംതിങ്, അവൾ എന്തോ പറഞ്ഞു. ആരോട് പറഞ്ഞു എന്നൊന്നും പറയുന്നില്ല, അവൾ എന്തോ പറഞ്ഞു. ഷീ സെഡ് സംതിങ്, ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, സംതിങ് ഒബ്ജക്റ്റ് തന്നെയാണ്, പക്ഷെ പേഴ്സണലായ ഒബ്ജക്റ്റ് ഇല്ല. ആരോടാണ് പറഞ്ഞത് എന്ന് പറയുന്നില്ല. ഷീ സെഡ് സംതിങ്. ഇനിയിപ്പോൾ അവൾ എന്നോടാണ് പറഞ്ഞതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഷീ സെഡ് സംതിങ് അല്ല, ഷീ ടോൾഡ് മീ സംതിങ്. ഷീ ടോൾഡ് മീ സംതിങ്, അവൾ എന്നോട് എന്തോ പറഞ്ഞു. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഷീ സെഡ് സംതിങ് ടു മീ എന്നും പറയാം. പക്ഷെ അതത്ര കോമൺ അല്ല. ആരോട് പറഞ്ഞു എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പൊതുവെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വെർബ് ടെൽ ആണ്, സേ അല്ല. ഷീ ടോൾഡ് മീ സംതിങ്, അവൾ എന്നോട് എന്തോ പറഞ്ഞു. അവൾ പോവുകയാണെന്ന് അവൾ പറഞ്ഞു. ഇവിടെയും ആരോടാണ് പറഞ്ഞത് എന്ന് പറയുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് സേ ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് സെഡ്. ഷീ സെഡ് ദാറ്റ് ഷി വാസ് ലീവിങ് അല്ലെങ്കിൽ ഷി വാസ് ഗോയിങ്. അവൾ പോവുകയാണെന്ന് അവൾ പറഞ്ഞു. അവൾ പോവുകയാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ സെഡ് അല്ല, ടോൾഡ് ആണ്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷി വാസ് ലീവിങ്. അവൾ പോവുകയാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ടോൾഡ് എന്ന വെർബ് ഉപയോഗിക്കുന്നത്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷി വാസ് ലീവിങ്. ആ പേഴ്സണൽ ഒബ്ജക്റ്റ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക സെഡ് ആണ്. ഷീ സെഡ് ദാറ്റ് ഷി വാസ് ലീവിങ്. അവൾ പോവുകയാണെന്ന് അവൾ പറഞ്ഞു. ആസ്ക്, സേ, ടെൽ ഈ രണ്ട് വേർബ്സിനും അർത്ഥം പറയുക എന്നാണ്. ആസ്കിന് അർത്ഥം ചോദിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക എന്നാണ്. ആസ്കിന് ശേഷം ആരോട് ചോദിച്ചു എന്ന് പറയണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. ഐ ആസ്ക്ഡ് ഹിം ടു ലീവ്, ഞാൻ അവനോട് പോവാൻ ആവശ്യപ്പെട്ടു. ഐ ആസ്ക്ഡ് ഹിം ടു ലീവ്, ഞാൻ അവനോട് പോവാൻ ആവശ്യപ്പെട്ടു. പോവാൻ പറഞ്ഞു എന്നല്ല. ഐ ടോൾഡ് ഹിം ടു ലീവ് എന്ന് പറയുമ്പോൾ ഞാൻ അവനോട് പോവാൻ പറഞ്ഞു. ഐ ആസ്ക്ഡ് ഹിം ടു ലീവ് എന്ന് പറയുമ്പോൾ ഞാൻ അവനോട് പോവാൻ ആവശ്യപ്പെട്ടു. ആസ്ക് ഹിസ് നെയിം, അവന്റെ പേര് ചോദിക്കൂ. ഇവിടെ ആസ്കിനർത്ഥം ചോദിക്കൂ എന്നാണ്. ആസ്ക് ഹിസ് നെയിം. ഇനി അവനോട് അവന്റെ പേര് ചോദിക്കൂ എന്ന് പറയണമെങ്കിൽ ആസ്ക് ഹിം ഹിസ് നെയിം എന്നാണ് പറയാം. ആസ്ക് ഹിം ഹിസ് നെയിം, അവനോട് അവന്റെ പേര് ചോദിക്കൂ. ഷീ ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്, അവൾ സഹായം ആവശ്യപ്പെട്ടു. നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നത് ഒരു ഉത്തരത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ ആസ്ക് ആണ്. പക്ഷെ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തു, പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്ഷൻസ്, നമുക്ക് എങ്ങോട്ട് പോകണം അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷന് വേണ്ടിയെല്ലാമാണ് ചോദിക്കുന്നതെങ്കിൽ ആസ്കിന് ശേഷം ഫോർ കൂടിയുണ്ട്. ഷീ ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്, അവൾ സഹായം ചോദിച്ചു. ഷീ ആസ്ക്ഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, ഷീ ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. അവൾ എന്നോട് ചോദിച്ചു എന്നാണെങ്കിൽ ഷീ ആസ്ക്ഡ് മീ, അവൾ എന്നോട് ചോദിച്ചു. അവിടെ ഫോർ ഇല്ല. പക്ഷെ സഹായം ചോദിച്ചു എന്ന് പറയുമ്പോൾ ഷീ ആസ്ക്ഡ് ഫോർ ഹെൽപ്പ് എന്ന് വേണം. അവൾ എന്നോട് സഹായം ചോദിച്ചു എന്നാണെങ്കിൽ ഷീ ആസ്ക്ഡ് മീ ഫോർ ഹെൽപ്പ്. ഫോർ അവിടെ ഉണ്ടായിരിക്കണം. ഒരു ഉത്തരമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഫോർ വേണ്ട. ഒരു ഉത്തരമല്ല മറ്റെന്തെങ്കിലുമാണ് നമുക്ക് വേണ്ടതെങ്കിൽ അവിടെ ഫോർ ഉണ്ട്. ഷീ ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്, അവൾ സഹായം ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ സഹായം ചോദിച്ചു. ഞാൻ പോവട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ആസ്കിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഞാൻ പോവട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ഇത് നമുക്ക് ഈസി ആയി ഇങ്ങനെ പറയാം. ഐ ആസ്ക്ഡ് ടു ഗോ. ഞാൻ പോവട്ടെ എന്ന് ചോദിച്ചു. ഐ ആസ്ക്ഡ് ടു ഗോ. ഇത് തന്നെ നമുക്ക് ഈഫ് ക്ലോസ് ഉപയോഗിച്ചും പറയാം. ഐ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ഗോ. ആസ്കിന് ശേഷം നമുക്ക് ഇങ്ങനെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കും. അവരോട് പോവാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഇതെങ്ങനെ പറയാം? ഈ സ്ട്രക്ചർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതും പറയാം. ഐ ആസ്ക്ഡ് ദം ടു ഗോ. അവരോട് പോവാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഐ ആസ്ക്ഡ് ടു ഗോ എന്ന് പറയുമ്പോൾ ഞാൻ പോവട്ടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഐ ആസ്ക്ഡ് ദം ടു ഗോ എന്ന് പറയുമ്പോൾ അവരോട് പോവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദം എന്ന പ്രൊനൗൺ ഇടയിൽ വരുമ്പോൾ മീനിങ്ങിൽ വരുന്ന ഡിഫറൻസ് ശ്രദ്ധിക്കണം. പല വേർബ്സിന് ശേഷവും നമുക്കിങ്ങനെ ഒരു ഇൻഫിനിറ്റീവിന് മുന്നിൽ പ്രൊനൗൺസ് ഉപയോഗിക്കാം. പ്രൊനൗൺസ് അല്ലെങ്കിൽ നൗൺസ് ഉപയോഗിക്കാം. പിന്നെ ആ ഇൻഫിനിറ്റീവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ഷൻ ആ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആണ് പെർഫോം ചെയ്യുന്നത്, ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് അല്ല. ഐ ആസ്ക്ഡ് ദം ടു ഗോ, ഇവിടെ പോവേണ്ടത് അവനാണ്, ഞാനല്ല. പക്ഷെ ആദ്യത്തെ സെന്റൻസിൽ ഐ ആസ്ക്ഡ് ടു ഗോ എന്ന് ചോദിക്കുമ്പോൾ പോവാൻ ആഗ്രഹിക്കുന്നത് ഞാനാണ്, മറ്റാരോടാണ് ഞാൻ പെർമിഷൻ ചോദിക്കുന്നത്. പക്ഷെ ആദ്യത്തെ സെന്റൻസിൽ പോവേണ്ടയാൾ ഞാനാണ്, രണ്ടാമത്തെ സെന്റൻസിൽ പോവേണ്ടത് അവരാണ്, അത് അവരോട് ആവശ്യപ്പെടുകയാണ് ഞാൻ ചെയ്യുന്നത്. ലീവ്, കീപ്പ്, പുട്ട്. പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മൂന്ന് വെർബ്സ് ആണിത്. സിമിലർ മീനിങ്സ് ആണ്, എന്നാൽ ഒരേ അർത്ഥമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇതിന് പലതിനും പല മീനിങ്സും ഉണ്ട്.
ലീവ് എന്ന് പറയുമ്പോൾ പോവുക എന്നൊരർത്ഥമുണ്ട്. ആ മീനിങ്ങിൽ അത് ഗോയ്ക്ക് പകരമായി നമുക്ക് ഉപയോഗിക്കാം. എവിടെയെങ്കിലും ഒരു സാധനം വെച്ചിട്ട് പോവുക എന്നൊരർത്ഥവും ലീവിനുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോവും. ഐ വിൽ ലീവ് ഇൻ ദ ആഫ്റ്റർനൂൺ, അല്ലെങ്കിൽ ഐ വിൽ ഗോ ഇൻ ദ ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് തന്നെ വേണം പറയാൻ. നമ്മൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ, അതിൻ്റെ കൂടെ ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. ഐ വിൽ ലീവ് ഇൻ ദ ആഫ്റ്റർനൂൺ, ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോകും. അല്ലെങ്കിൽ ഐ വിൽ ഗോ ഇൻ ദ ആഫ്റ്റർനൂൺ. ഞാൻ എൻ്റെ വാലറ്റ് ഈ മേശയിൽ വച്ചു, അതായത് ഞാൻ അവിടെ വെച്ചിട്ട് പോയി, അതാണ് നമുക്ക് പറയേണ്ടത്. ഈ അർത്ഥത്തിലും നമ്മൾ ലീവ് ഉപയോഗിക്കും. നമ്മളൊരു സാധനം ഒരു സ്ഥലത്ത് വെച്ചു, അതവിടെ വെച്ച് പിന്നെ നമ്മൾ മറ്റെങ്ങോട്ടോ പോയി, അതായത് വെച്ചിട്ട് പോയി. ഈ മീനിങ്ങിൽ ഉപയോഗിക്കാവുന്ന വെർബാണ് ലീവ്. ഐ ലെഫ്റ്റ് മൈ വാലറ്റ് ഓൺ ദിസ് ടേബിൾ. ഐ ലെഫ്റ്റ് മൈ വാലറ്റ്, ലീവിൻ്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് ലെഫ്റ്റ്. ഐ ലെഫ്റ്റ് മൈ വാലറ്റ് ഓൺ ദിസ് ടേബിൾ, അല്ലെങ്കിൽ ഓൺ ദ ടേബിൾ. ഞാൻ ഈ ടേബിളിൽ ആ വാലറ്റ് വെച്ച് ഞാൻ എങ്ങോട്ടോ പോയി, ഞാനതിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സെൻറ്റൻസിന് അർത്ഥം. നമ്മളിങ്ങനെ ഒരു സാധനം ഒരു സ്ഥലത്ത് ലീവ് ചെയ്യുമ്പോൾ അതവിടെ പെർമനൻ്റ്ലി അവിടെ വെക്കുകയൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. തൽക്കാലത്തേക്ക് നമ്മളത് അവിടെ വെച്ചിട്ട് നമ്മൾ മറ്റെങ്ങോട്ടോ പോവുകയാണ് ചെയ്യുന്നത്. ആ അർത്ഥത്തിലാണ് ലീവ് യൂസ് ചെയ്യുന്നത്. വാതിൽ തുറന്നിടരുത്. ഡോൺ ലീവ് ദ ഡോർ ഓപ്പൺ. ഡോൺ ലീവ് ദ ഡോർ ഓപ്പൺ. ഡോൺ ഓപ്പൺ ദ ഡോർ അല്ല, ഡോണ്ട് ഓപ്പൺ ദ ഡോർ എന്ന് പറയുമ്പോൾ വാതിൽ തുറക്കരുത് എന്നാണ് അർത്ഥം. വാതിൽ തുറന്നിടരുത് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡോൺ ലീവ് ദ ഡോർ ഓപ്പൺ എന്ന എക്സ്പ്രഷനാണ്. നിനക്ക് ആ ചില്ലറ സൂക്ഷിക്കാം. അപ്പോൾ നമുക്കത് എടുത്തു വയ്ക്കാം. നിനക്ക് എടുക്കാം. ഈ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് കീപ്പാണ്. കീപ്പ് എന്ന് പറയുമ്പോൾ സൂക്ഷിക്കുക. നമ്മളൊരു വസ്തു സ്ഥിരമായി എവിടെയാണ് എടുത്തു വെക്കുന്നത്, അതിനെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വെർബാണ് കീപ്പ്. മറ്റു മീനിങ്സും ഉണ്ട്. നമ്മളൊരു സാധനം ഒരു സ്ഥലത്ത് ലീവ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് സ്ഥിരമായി അവിടെ ഇരിക്കുന്നതിന് വേണ്ടിയല്ല നമ്മൾ ലീവ് ചെയ്യുന്നത്. നമ്മൾ താൽക്കാലികമായി അതവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. അതവിടെ വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടോ പോവുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിലാണ് ലീവ് യൂസ് ചെയ്യുന്നത്. കീപ്പ് എന്ന് പറയുമ്പോൾ നമ്മളത് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. നമ്മൾ എവിടെയാണോ ഒരു വസ്തു സൂക്ഷിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനാണ് കീപ്പ് ഉപയോഗിക്കുന്നത്. അത് നിനക്ക് എടുക്കാം എന്നൊരർത്ഥത്തിലും, നിനക്ക് ആ ചില്ലറ സൂക്ഷിക്കാം എന്ന് പറയുമ്പോൾ എടുക്കാം, അത് നിനക്കുള്ളതാണ് എന്ന അർത്ഥമാണുള്ളത്. അതിനും നമുക്ക് കീപ്പ് ഉപയോഗിക്കാം. യു ക്യാൻ കീപ് ദ ചേഞ്ച്. ചില്ലറ എന്ന് പറയുമ്പോൾ ചേഞ്ച്, ദ ചേഞ്ച്. യു ക്യാൻ കീപ് ദ ചേഞ്ച്. ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ ഈ കബോർഡിലാണ് സൂക്ഷിക്കാറുള്ളത്. നമ്മൾ നമ്മുടെ ക്ലോത്ത്സ് അത് ബെഡിലോ അല്ലെങ്കിൽ സോഫയിലോ ഒക്കെ കുറച്ചു നേരം നമ്മൾ വെച്ചു എന്ന് കരുതും. ആ മീനിങ്ങിൽ കീപ്പ് ഉപയോഗിക്കരുത്. ആ അർത്ഥത്തിൽ നമുക്ക് ലീവോ പുട്ടോ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ കബോർഡിനകത്താണ് അത് സൂക്ഷിക്കാറുള്ളത്, അല്ലെങ്കിൽ ഞാനത് ഈ ബാഗിലാണ്, ഈ പെട്ടിയിലാണ് സൂക്ഷിക്കാറ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് കീപ്പാണ്. ഐ കീപ് മൈ ക്ലോത്ത്സ് ഇൻ ദിസ് കബോർഡ്. ഇൻ ദ കബോർഡ്, കബോർഡിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ്. ഐ കീപ് മൈ ക്ലോത്ത്സ് ഇൻ ദിസ് കബോർഡ്. ഞാൻ ഈ കബോർഡിലാണ് എൻ്റെ വസ്ത്രങ്ങൾ സൂക്ഷിക്കാറുള്ളത്. സിമ്പിൾ പ്രസന്റ് ടെൻസ്, കാരണം സൂക്ഷിക്കാറുള്ളത് എന്നാണ് പറയുന്നത്. ഇതൊരു ഹാബിറ്റ് പോലെയാണ് പറയുന്നത്. ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണം ഉപയോഗിക്കാൻ. ഇത് സ്ഥിരമായ ഒരു അറേഞ്ച്മെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ കീപ്പ് എന്ന വെർബ് ഉപയോഗിച്ചത്. ഞാൻ ആ ബുക്സ് മേശയുടെ മുകളിൽ വെച്ചു. ആ പുസ്തകം സ്ഥിരമായിട്ട് ഇനി അവിടെ ഇരിക്കാനൊന്നും പോകുന്നില്ല. തൽക്കാലം ഞാനതവിടെ വെച്ചു. ഞാനതവിടെ വെച്ചിട്ട് പോയി എന്ന് പറയുന്നില്ല, വെച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. ഈ മീനിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് പുട്ട്. ഐ പുട്ട് ദ ബുക്സ് ഓൺ ദ ടേബിൾ. പുട്ട് എന്ന വെർബിന്റെ 3 ഫോമും പുട്ട് തന്നെയാണ്. ഐ പുട്ട് ദ ബുക്സ് ഓൺ ദ ടേബിൾ. സ്ഥിരമായിട്ട് ആ പുസ്തകങ്ങൾ അവിടെ ഇരിക്കുകയൊന്നുമില്ല, താൽക്കാലികമായി ഞാനതവിടെ വെച്ചിരിക്കുകയാണ്. ഐ പുട്ട് ദ ബുക്സ് ഓൺ ദ ടേബിൾ. ഇനിയിപ്പോൾ ഐ ലെഫ്റ്റ് ദ ബുക്സ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാലോ, അതിനർത്ഥം ഞാൻ ആ പുസ്തകങ്ങൾ അവിടെ വെച്ചിട്ട് പോയി എന്നാണ്. ഞാൻ മറ്റെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടായിരിക്കും, ബുക്സ് അവിടെ ഉണ്ടായിരുന്നു. ലീവ് ആയാലും പുട്ടായാലും അതാ വസ്തുക്കളുടെ പെർമനന്റ് ആയ പൊസിഷൻ അല്ല. കീപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെയാണ് സൂക്ഷിക്കാറുള്ളത് എന്നർത്ഥമാണ്. അതായത് ഒരുപാട് സമയം ആ വസ്തുക്കൾ ആ സ്ഥലത്ത് ഉണ്ടാവാറുണ്ട്. പുട്ട് ഇറ്റ് ഡൗൺ, അത് താഴെ വെക്കൂ. ഐ കീപ് മൈ ബുക്സ് ഓൺ ദിസ് ഷെൽഫ്. ഈ ഷെൽഫിനാണ് ഞാൻ എൻ്റെ പുസ്തകങ്ങൾ സൂക്ഷിക്കാറ്. ഇൻ ദ കബോർഡ്, ഓൺ ദ ഷെൽഫ്. പ്രിപ്പോസിഷൻസ് ഉള്ള ഡിഫറൻസ് ശ്രദ്ധിക്കുക. ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കൺവെൻഷൻ, അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഓൺ ദ ഷെൽഫ്. ഐ കീപ് മൈ ബുക്സ് ഓൺ ദിസ് ഷെൽഫ്. ഞാൻ ഈ ഷെൽഫിലാണ് എൻ്റെ പുസ്തകങ്ങൾ സൂക്ഷിക്കാറുള്ളത്. പുസ്തകങ്ങളുടെ പെർമനന്റ് ആയ ഒരു പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ കീപ്പ് എന്ന വെർബ് ഉപയോഗിച്ചത്. ഇപ്പോൾ പോവുകയാണെങ്കിൽ നിനക്ക് ഒരുപക്ഷെ ആ ട്രെയിൻ പിടിക്കാൻ കഴിഞ്ഞേക്കും. ലീവ്, ഗോ, ഈ 2 വെർബിനും പോവുക എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇപ്പോൾ പോവുകയാണെങ്കിൽ ഇഫ് യു ഗോ നൗ, അല്ലെങ്കിൽ ഇഫ് യു ലീവ് നൗ. നിനക്ക് ഒരു പക്ഷേ ആ ട്രെയിൻ പിടിക്കാൻ കഴിഞ്ഞേക്കും. യു മൈറ്റ് ബി ഏബിൾ ടു ക്യാച്ച് ദാറ്റ് ട്രെയിൻ. ഇഫ് യു ലീവ് നൗ യു മൈറ്റ് ബി ഏബിൾ ടു ക്യാച്ച് ദ ട്രെയിൻ. മൈറ്റ് ബി ഏബിൾ ടു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സാധിച്ചേക്കും എന്നാണ്.
ഇഫ് യു ലീവ് നൗ യു മൈറ്റ് ബി ഏബിൾ ടു ക്യാച്ച് ദ ട്രെയിൻ. നമുക്കിവിടെ ഇഫ് യു ലീവ് നൗ എന്നതിന് പകരം ഇഫ് യു ഗോ നൗ എന്ന് പറയാം. ഈ അർത്ഥത്തിൽ നമുക്ക് ലീവും ഉപയോഗിക്കാം ഗോയും ഉപയോഗിക്കാം. മീനിങ്ങിൽ വ്യത്യാസമൊന്നുമില്ല. ഷീ വെന്റ് എന്ന് പറഞ്ഞാലും ഷീ ലെഫ്റ്റ് എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ മീനിങ് തന്നെയാണ്. വെന്റ് ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ്, ലെഫ്റ്റ് ലീവിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഇഫ് യു ഗോ നൗ യു മൈറ്റ് ബി ഏബിൾ ടു ക്യാച്ച് ദ ട്രെയിൻ. ഡോണ്ട് ഫോർഗെറ്റ് ടു ടേൺ ഓഫ് ദ ലൈറ്റ്സ് ബിഫോർ യു ഗോ അല്ലെങ്കിൽ ബിഫോർ യു ലീവ്. പോകുന്നതിന് മുമ്പ് ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു ടേൺ ഓഫ് ദ ലൈറ്റ്സ്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിലെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോണ്ട് ഉപയോഗിച്ചാണ്. അവൻ നാളെ മുംബൈയിലേക്ക് പോവുകയാണ്. പോവുകയാണ് എന്ന് പറയാൻ നമുക്ക് ഇവിടെയും ലീവ് അല്ലെങ്കിൽ ഗോ എന്ന വെർബ് ഉപയോഗിക്കാം. പക്ഷെ പ്രിപ്പോസിഷൻസിൽ ഡിഫറൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. ഗോയ്ക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്, ലീവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. ഹീസ് ലീവിംഗ് ഫോർ മുംബൈ ടുമോറോ അല്ലെങ്കിൽ ഹീസ് ഗോയിങ് ടു മുംബൈ ടുമോറോ. ഹീസ് ഗോയിങ് ടു മുംബൈ ഗോയ്ക്ക് ശേഷം ഉപയോഗിച്ച പ്രിപ്പോസിഷൻ ടു ആണ്, ലീവിന് ശേഷം ഉപയോഗിക്കുന്നത് ഫോർ ആണ്. ഹീസ് ലീവിംഗ് ഫോർ മുംബൈ ടുമോറോ. രണ്ട് സെന്റൻസിനും അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ പ്രിപ്പോസിഷൻസിൽ ഡിഫറൻസ് ഉണ്ട്. ലീവ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഫോർ ആണ് അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ. സജസ്റ്റ് നിർദ്ദേശിക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കേണ്ടി വരുന്നൊരു വെർബാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വെർബാണ്. പലരും തെറ്റി ഉപയോഗിക്കുന്ന വെർബ് കൂടിയാണ്. സജസ്റ്റിന് ശേഷം നമുക്ക് ING ഫോം ഉപയോഗിക്കാം അല്ലെങ്കിൽ ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം. ഒത്തിരി പേര് ഇതിന് ശേഷം ഉപയോഗിക്കുന്ന ടു ഇൻഫിനിറ്റീവ് ആണ്. സജസ്റ്റിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കരുത്. എനിക്ക് വിശപ്പുണ്ടായിരുന്നു. ഐ വാസ് ഹംഗ്രി. ഉണ്ടായിരുന്നു എന്ന് കേട്ടതുകൊണ്ട് ഹാവ് ഇവിടെ ഉപയോഗിക്കരുത്. ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് അഡ്ജക്റ്റീവ്സിന് മുന്നിൽ ബിയുടെ ഒരു ഫോം ഉപയോഗിച്ചാണ്. ഐ ഹാഡ് ഹങ്കർ അല്ല, ഐ വാസ് ഹംഗ്രി. എനിക്ക് വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നേരത്തെ ഡിന്നർ കഴിക്കാമെന്ന് ഞാൻ നിർദ്ദേശിച്ചു. സോ ഞാൻ നിർദ്ദേശിച്ചു. ഐ സജസ്റ്റഡ് എന്ത്? നേരത്തെ ഡിന്നർ കഴിക്കാമെന്ന്. ഐ സജസ്റ്റഡ് ഹാവിംഗ് ഡിന്നർ ഏർലി. I was hungry, so I suggested having dinner early. So I suggested to have എന്ന് പറയരുത്, having. സജസ്റ്റിന് ശേഷം ING ഫോം വേണം ഉപയോഗിക്കാൻ. ഇത് തന്നെ നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ചും പറയാം. ദാറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താ? അതിനകത്ത് സബ്ജക്റ്റും ഉണ്ടാവണം വെർബും ഉണ്ടാവണം. ഒരു ക്ലോസിൽ സബ്ജക്റ്റും കാണും വെർബും കാണും. ദാറ്റ് ഉപയോഗിച്ചാണ് ഈ കാര്യം പറയുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടാം. I was hungry, so I suggested that we should have dinner early. I was hungry, so I suggested that we should have dinner early. ദാറ്റിന് ശേഷം വി എന്നൊരു സബ്ജക്റ്റ് നമ്മൾ ഉപയോഗിച്ചു, പിന്നെ ഷുഡ് ഹാവ് എന്ന വെർബ് ഉപയോഗിച്ചു. ഞാൻ മലയാളത്തിൽ എഴുതിയ സെന്റൻസിൽ ഞങ്ങൾ എന്ന് എവിടെയും പറയുന്നില്ല. പക്ഷെ നമ്മൾ ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് ഈ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സബ്ജക്റ്റ് ആവശ്യമുണ്ട്. ഞങ്ങളെന്നോ നിങ്ങളെന്നോ അങ്ങനെ എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് ആയ ഒരു നൗണോ പ്രൊനൗണോ നമ്മൾ അവിടെ ഉപയോഗിക്കണം. I was hungry, so I suggested that we should have dinner early. I was hungry, so I suggested having dinner early. സജസ്റ്റിന് ശേഷം ING ഫോം വരുമ്പോൾ പിന്നെ ആരോടാണ് നിർദ്ദേശിക്കുന്നത് അതൊന്നും പറയുന്നില്ല. The doctor suggested drinking more water. കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. The doctor suggested me to drink എന്നൊന്നും പറയരുത്. The doctor suggested drinking. ഇവിടെ ആരോടാണ് നിർദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. പക്ഷെ അത് ഞാനാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും എന്നോടാണ് നിർദ്ദേശിച്ചത്. ദ ഡോക്ടർ സജസ്റ്റഡ് ഡ്രിങ്കിങ് മോർ വാട്ടർ. ദാറ്റ് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ പിന്നെ അവിടെ സബ്ജക്റ്റ് കൂടി വേണം. ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. ഞാൻ കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഷീ ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. അവൾ കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ദാറ്റ് ക്ലോസിന് എപ്പോഴും സബ്ജക്റ്റും ഉണ്ടായിരിക്കണം വെർബും ഉണ്ടായിരിക്കണം. ആര് എന്നൊന്നും വ്യക്തമല്ലെങ്കിൽ നമ്മൾ അവിടെ ആ കോണ്ടെക്സ്റ്റിൽ അപ്രോപ്രിയേറ്റ് ആയ ഒരു നൗണോ പ്രൊനൗണോ ഉപയോഗിക്കണം ആ സെന്റൻസ് നിർമ്മിക്കുന്ന സമയത്ത്. അഡ്മിറ്റ് സമ്മതിക്കുക. അഡ്മിറ്റിന് വേറെയും അർത്ഥമുണ്ട്. നമ്മൾ കുട്ടികളെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അതായത് പ്രവേശിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇത് സമ്മതിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വെർബാണ്. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുക, ആ മീനിങ്ങിലാണ് അഡ്മിറ്റ് ഉപയോഗിക്കുന്നത്. അതായത് കൺഫസിന്റെ ഏകദേശം സിമിലർ ആയ ഒരു മീനിങ്ങിൽ. പണം മോഷ്ടിച്ച കാര്യം അവൻ സമ്മതിച്ചു. ഹി അഡ്മിറ്റഡ് സ്റ്റീലിംഗ് ദ മണി. ഹി അഡ്മിറ്റഡ് സ്റ്റീലിംഗ് ദ മണി അല്ലെങ്കിൽ ടേക്കിംഗ് ദ മണി. പണം എടുത്ത കാര്യം അവൻ സമ്മതിച്ചു. അഡ്മിറ്റിന് ശേഷം ഉപയോഗിക്കുന്നതും ING ഫോം ആണ്. നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി സ്റ്റോൾ ദ മണി. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി സ്റ്റോൾ ദ മണി എന്നും പറയാം. അല്ലെങ്കിൽ ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി ടുക്ക് ദ മണി. അവോയ്ഡ്. ആ വെർബിന് അർത്ഥം ഒഴിഞ്ഞു മാറുക എന്നാണ്. അവൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു.
അവൻ ശ്രമിച്ചു. ഹി ട്രൈഡ് എന്ത് ഒഴിഞ്ഞു മാറാൻ. ഹി ട്രൈഡ് ടു അവോയ്ഡ് ആൻസറിങ് മൈ ക്വസ്റ്റ്യൻ. ഹി ട്രൈഡ് ടു അവോയ്ഡ് ആൻസറിങ് മൈ ക്വസ്റ്റ്യൻ. അവോയ്ഡ് എന്ന് പറയുമ്പോൾ ഒഴിവാക്കുക, ഒഴിഞ്ഞു മാറുക, അതെല്ലാമാണ് ആ വെർബിന് അർത്ഥം. അവോയ്ഡിന് ശേഷം പിന്നെ വേറെ ഒരു വെർബ് വരുന്നുണ്ടെങ്കിൽ ആ വെർബ് അതിൻ്റെ ING ഫോമിലായിരിക്കണം. ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കരുത്. ട്രൈക്ക് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം, ING ഫോം ഉപയോഗിക്കാം, പക്ഷെ മീനിങ് ഡിഫറെൻ്റ് ആണ്. ഹി ട്രൈഡ് ടു അവോയ്ഡ് ആൻസറിങ് മൈ ക്വസ്റ്റ്യൻ. അവൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഹി ട്രൈഡ് ടു അവോയ്ഡ് ആൻസറിങ് മൈ ക്വസ്റ്റ്യൻ. നീ അതുപോലുള്ള ആളുകളോട് സംസാരിക്കുന്നത് ഒഴിവാക്കണം. നീ ഒഴിവാക്കണം. യു ഷുഡ് അവോയ്ഡ് ടോക്കിംഗ് ടു സച്ച് പീപ്പിൾ. ടു ടോക്ക് അല്ല, ടോക്കിംഗ്. അവോയ്ഡിന് ശേഷം ING ഫോം. യു ഷുഡ് അവോയ്ഡ് ടോക്കിംഗ് ടു സച്ച് പീപ്പിൾ. അതുപോലുള്ള ആളുകളോട് സംസാരിക്കുന്നത് നീ ഒഴിവാക്കണം. സച്ച് പീപ്പിൾ എന്ന് പറയുമ്പോൾ അതുപോലുള്ള ആളുകൾ. ഐ അവോയ്ഡ് സ്പൈസി ഫുഡ്. അവോയ്ഡിന് ശേഷം ING ഫോം മാത്രമല്ല, നമുക്ക് നൗൺസ് ഉപയോഗിക്കാം. ഞാൻ സ്പൈസി ഫുഡ് ഒഴിവാക്കുകയാണ് പതിവ്. ഐ അവോയ്ഡ് സ്പൈസി ഫുഡ്. ഐ അവോയ്ഡ് ഡ്രൈവിംഗ് അറ്റ് നൈറ്റ്. ഞാൻ പൊതുവെ രാത്രിയിൽ വാഹനം ഓടിക്കാറില്ല. ഐ അവോയ്ഡ് ഡ്രൈവിംഗ് അറ്റ് നൈറ്റ്. ഐ അവോയ്ഡ് ടു ഡ്രൈവ് അല്ല, ഐ അവോയ്ഡ് ഡ്രൈവിംഗ്. ഡിനൈ നിഷേധിക്കുക. അപ്പം നേരത്തെ നമ്മൾ അഡ്മിറ്റ് സമ്മതിക്കുക എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴാണ് അഡ്മിറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ഞാനത് നിഷേധിക്കുമ്പോൾ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് ഡിനൈ. പണം എടുത്ത കാര്യം അവൻ നിഷേധിച്ചു. പണം എടുത്ത കാര്യം അവൻ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഹി അഡ്മിറ്റഡ് സ്റ്റീലിംഗ് ദ മണി അല്ലെ, അല്ലെങ്കിൽ ഹി അഡ്മിറ്റഡ് ടേക്കിംഗ് ദ മണി. ഇനി നിഷേധിച്ചു, ഞാൻ എടുത്തിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഹി ഡിനൈഡ് ടേക്കിംഗ് ദ മണി, അല്ലെങ്കിൽ ഹി ഡിനൈഡ് സ്റ്റീലിംഗ് ദ മണി. അഡ്മിറ്റ് ആയാലും ഡിനൈ ആയാലും അതിനുശേഷം വരുന്നത് ING ഫോമാണ്. ഹി ഡിനൈഡ് സ്റ്റീലിംഗ് ദ മണി. അവൻ പണം എടുത്തിട്ടില്ലെന്ന് അവൻ പറഞ്ഞു. അതായത് പണം എടുത്ത കാര്യം അവൻ നിഷേധിച്ചു. ഹി ഡിനൈഡ് അവൻ നിഷേധിച്ചു സ്റ്റീലിംഗ് ദ മണി. അവനെതിരായ എല്ലാ ആരോപണങ്ങളെയും അവൻ നിഷേധിച്ചു. ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ അലഗേഷൻസ്. അവൻ അതും നിഷേധിച്ചു. ഹി ഡിനൈഡ് ഓൾ ദ അലഗേഷൻസ് എഗെയിൻസ്റ്റ് ഹിം. ഹി ഡിനൈഡ് ഓൾ ദ അലഗേഷൻസ് എഗെയിൻസ്റ്റ് ഹിം. അവനെതിരായ എല്ലാ ആരോപണങ്ങളെയും അവൻ നിഷേധിച്ചു. അതൊന്നും സത്യമല്ലെന്ന് അവൻ പറഞ്ഞു. ഹി ഡിനൈഡ്. ഹി ഡിനൈഡ് ഡൂയിങ് എനിത്തിങ് റോങ്. എന്തെങ്കിലും തെറ്റ് ചെയ്ത കാര്യം അവൻ നിഷേധിച്ചു. ഹി ഡിനൈഡ് ഡൂയിങ് എനിത്തിങ് റോങ്. ഡിനൈ എന്ന വെർബിന് ശേഷം ഉപയോഗിക്കേണ്ടത് ING ഫോം ആണ്, അല്ലെങ്കിൽ നൗൺസ് ഉപയോഗിക്കാം. അതല്ലാതെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കരുത്. ഹി ഡിനൈഡ് ഡൂയിങ് എനിത്തിങ് റോങ്. റിസ്ക്. നൗണായും വെർബായും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണിത്. നൗണായി ഉപയോഗിക്കുമ്പോൾ അതൊരു അപകട സാധ്യതയാണ്. വെർബായി ഉപയോഗിക്കുമ്പോൾ അപകടത്തിൽ പെടുക അല്ലെങ്കിൽ അപകടത്തിൽ പെടുത്തുക എന്നൊരർത്ഥമാണ്. തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായി അവൾ സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുത്തി. അവളുടെ ജീവൻ അപകടം ഉണ്ടായേക്കാവുന്ന എന്തോ ഒരു കാര്യം അവൾ ചെയ്തു അവളുടെ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. ഈ അർത്ഥത്തിൽ നമുക്ക് റിസ്ക് ഉപയോഗിക്കാം. അവൾ സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുത്തി. ഷീ റിസ്ക്ഡ് ഹെർ ഓൺ ലൈഫ്. സ്വന്തം ജീവൻ എന്ന് പറയുമ്പോൾ ഓൺ ലൈഫ്. ഷീ റിസ്ക്ഡ് ഹെർ ലൈഫ് എന്ന് പറഞ്ഞാലും മതി. ഷീ റിസ്ക്ഡ് ഹെർ ഓൺ ലൈഫ് ടു സേവ് ഹെർ ചിൽഡ്രൻ. ഷീ റിസ്ക്ഡ് ഹെർ ഓൺ ലൈഫ് ടു സേവ് ഹെർ ചിൽഡ്രൻ. റിസ്കിന് ശേഷം നമുക്ക് ING ഫോം ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഇവിടെ ടു സേവ് എന്ന് പറയണമെന്ന് നിർബന്ധമില്ല, സേവിംഗ് എന്നും പറയാം. ഷീ റിസ്ക്ഡ് ഹെർ ഓൺ ലൈഫ് സേവിങ് ഹെർ ചിൽഡ്രൻ, അല്ലെങ്കിൽ ഷീ റിസ്ക്ഡ് ഹെർ ഓൺ ലൈഫ് ടു സേവ് ഹെർ ചിൽഡ്രൻ. ഇഫ് യു ഗാംബിൾ യു റിസ്ക് ലൂസിങ് യുവർ മണി. ഗാംബിൾ എന്ന് പറയുമ്പോൾ ചൂത് കളിക്കുക. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. യു റിസ്ക് ലൂസിങ് യുവർ മണി. ഇഫ് യു ഗാംബിൾ യു റിസ്ക് ലൂസിങ് യുവർ മണി. റിസ്കിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, ING ഫോമും ഉപയോഗിക്കാം. ഐ മസ്റ്റ് ലീവ് നോ. ഞാൻ ഇപ്പം തന്നെ പോകണം. ഐ കാൺ റിസ്ക് മിസ്സിംഗ് ദ ട്രെയിൻ. ട്രെയിൻ നഷ്ടപ്പെടുക എന്നുള്ള ഒരു സാധ്യത, ആ ഒരു സാധ്യത എനിക്ക് എടുക്കാനാവില്ല. ഐ കാൺ റിസ്ക് മിസ്സിംഗ് ദ ട്രെയിൻ. ഇമാജിൻ സങ്കല്പിക്കുക. കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു ലോകം സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പൊതുവെ ആ സെൻറ്റൻസ് ഇറ്റ് ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഇല്ലാത്ത സെൻറ്റൻസസ് നമ്മൾ ഇംഗ്ലീഷിൽ ഒന്നുകിൽ ഇറ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ദർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും. രണ്ടും ഉപയോഗിക്കുന്ന ഒരേപോലെയല്ല, മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു ലോകം സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ആർക്കാണ് ബുദ്ധിമുട്ട് എന്നൊന്നും പറയുന്നില്ല. എനിക്കാണ് ബുദ്ധിമുട്ടെങ്കിൽ ഐ കാൺ ഇമാജിൻ എന്ന് പറയാം. നിങ്ങൾക്കാണെങ്കിൽ യു കാൺ ഇമാജിൻ. സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ ഇറ്റാണ് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇമാജിൻ. സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ത്? കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു ലോകം, എ വേൾഡ് വിത്തൗട്ട് കമ്പ്യൂട്ടേഴ്സ്, അല്ലെങ്കിൽ ലൈഫ് വിത്തൗട്ട് കമ്പ്യൂട്ടേഴ്സ്.
ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇമാജിൻ ലൈഫ് വിത്തൗട്ട് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ജീവിതമാണ്, കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു ജീവിതം സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു ലോകം സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് അർത്ഥം. നമുക്കിവിടെ ഡിഫിക്കൽട്ടിന് പകരം ഹാർഡ് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. ആ വലിയ വീട്ടിൽ തനിച്ച് താമസിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനാവില്ല. എനിക്ക് സങ്കല്പിക്കാനാവില്ല. ഐ കാൺട്ട് ഇമാജിൻ. എന്ത്? ആ വീട്ടിൽ തനിച്ച് താമസിക്കുന്നത്. ഇമാജിന് ശേഷം മറ്റൊരു വെർബ് വരുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ING ഫോമിലായിരിക്കണം. നമുക്ക് രണ്ട് വെർബ്സ് ഒരിക്കലും ഇംഗ്ലീഷിൽ ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ രണ്ടാമത്തെ വെർബ് അത് ഒന്നുകിൽ അതിന്റെ ING ഫോമിലായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കും. ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ നോർമലി അതിന്റെ കൂടെ ടു കാണും, പക്ഷെ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്സും ഉണ്ട്. അപ്പൊ അത്തരം സ്ട്രക്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് തോന്നും രണ്ട് വെർബ്സ് അവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ട് എന്ന്. ആ രണ്ടാമത്തെ വെർബ് ഇൻഫിനിറ്റീവ് ആണ്, നോർമൽ വെർബ് അല്ല. ആ വലിയ വീട്ടിൽ തനിച്ച് താമസിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനാവില്ല. ഐ കാൺട്ട് ഇമാജിൻ ലിവിങ് അലോൺ ഇൻ ദാറ്റ് ബിഗ് ഹൗസ്. ഐ കാൺട്ട് ഇമാജിൻ ലിവിങ് അലോൺ, തനിച്ച് താമസിക്കുന്നത്, ഇൻ ദാറ്റ് ബിഗ് ഹൗസ്, ആ വലിയ വീട്ടിൽ. അവളൊരു ബൈക്ക് ഓടിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനാവില്ല. ഞാനല്ല ബൈക്ക് ഓടിക്കുന്നത്, അവളാണ് ഓടിക്കുന്നത്, പക്ഷെ അത് എനിക്കാണ് സങ്കല്പിക്കാനാവാത്തത്. ഐ കാൺട്ട് ഇമാജിൻ ഹെർ റൈഡിങ് എ ബൈസിക്കിൾ. അപ്പോൾ നമ്മൾ അവളാണ് ഓടിക്കേണ്ടത് എന്ന ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടി റൈഡിങ് എന്ന ING ഫോമിന് മുന്നിൽ ഹെർ എന്ന പ്രൊനൗൺ കൂടി ആഡ് ചെയ്തു. ഐ കാൺട്ട് ഇമാജിൻ റൈഡിങ് എ ബൈസിക്കിൾ ആണെങ്കിൽ ഞാനൊരു ബൈസിക്കിൾ ഓടിക്കുന്ന കാര്യം എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എന്നർത്ഥമാണ്. ഐ കാൺട്ട് ഇമാജിൻ ഹെർ റൈഡിങ് എ ബൈസിക്കിൾ അല്ലെങ്കിൽ ഹെർ റൈഡിങ് എ ബൈക്ക് എന്ന് പറയുമ്പോൾ അവളൊരു ബൈക്ക് ഓടിക്കുന്ന കാര്യം എനിക്ക് സങ്കല്പിക്കാനാവില്ല എന്നർത്ഥമാണ്. നമുക്കിങ്ങനെ ING ഫോംസിന് മുന്നിലും ടു ഇൻഫിനിറ്റീവ്സിന് മുന്നിലും മറ്റൊരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ഉപയോഗിക്കാം. പിന്നെ ആ പ്രൊനൗൺ അല്ലെങ്കിൽ നൗൺ ആയിരിക്കും ആ ING ഫോം അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. ഐ കാൺട്ട് ഇമാജിൻ ഹെർ റൈഡിങ് എ ബൈക്ക്. അവളൊരു ബൈക്ക് ഓടിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനാവില്ല. ഐ കാൺട്ട് ഇമാജിൻ വർക്കിംഗ് നൈറ്റ് ഷിഫ്റ്റ്സ്. രാത്രിയിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാനാവില്ല. ഇവിടെ ഞാൻ തന്നെയാണ് ജോലി ചെയ്യേണ്ടത്, എനിക്കാണ് സങ്കല്പിക്കാനാവാത്തതും. ഐ കാൺട്ട് ഇമാജിൻ വർക്കിംഗ് നൈറ്റ് ഷിഫ്റ്റ്സ്. ഇനിയിപ്പോൾ അവൾ ജോലി ചെയ്യുന്നതാണ് എനിക്ക് സങ്കല്പിക്കാനാവാത്തതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ആ വർക്കിങ്ങിന് മുന്നിൽ നമ്മൾ ഹെർ എന്ന പ്രൊനൗൺ കൂടി ഉപയോഗിക്കും. ഐ കാൺട്ട് ഇമാജിൻ ഹെർ വർക്കിംഗ് നൈറ്റ് ഷിഫ്റ്റ്സ്. ഇന്ന് വൈകുന്നേരം എനിക്ക് പുറത്തു പോകാൻ താല്പര്യമില്ല. ഈ ഒരു കാര്യം നമുക്ക് പല രീതിയിൽ പറയാം. ഞാനിവിടെ 3 രീതിയിൽ പറയാം. ഏറ്റവും ഡയറക്റ്റായി നമ്മളിത് ഇങ്ങനെ പറയാം. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഔട്ട് ദിസ് ഈവനിങ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഔട്ട് ദിസ് ഈവനിങ്. എനിക്ക് ഇന്ന് വൈകുന്നേരം പോകാൻ താല്പര്യമില്ല. കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയി പറയണമെങ്കിൽ നമുക്ക് ഫാൻസി എന്ന വെർബ് ഉപയോഗിക്കാം. ഐ ഡോണ്ട് ഫാൻസി ഗോയിങ് ഔട്ട് ദിസ് ഈവനിങ്. ഫാൻസിക്ക് ശേഷം വരിക ING ഫോം ആണ്. ഐ ഡോണ്ട് ഫാൻസി ഗോയിങ് ഔട്ട് ദിസ് ഈവനിങ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ എന്ന് പറയുന്നതിന്റെ ഏകദേശം അതേ മീനിങ് തന്നെയാണ് ഇതിനും. ഐ ഡോണ്ട് ഫാൻസി ഗോയിങ് ഔട്ട് ദിസ് ഈവനിങ്. പക്ഷെ വാണ്ട് എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. ഫാൻസിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം ആണ്. ഐ ഡോണ്ട് ഫാൻസി ഗോയിങ് ഔട്ട് ദിസ് ഈവനിങ്. ഇത് തന്നെ നമുക്ക് ഫീൽ ലൈക്ക് എന്ന വെർബ് ഉപയോഗിച്ചും പറയാം. അതിനുശേഷം വരുന്നതും ING ഫോം ആണ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം എനിക്ക് പുറത്തു പോകാൻ താല്പര്യം തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് ദിസ് ഈവനിങ്. ഐ ഡോണ്ട് വാണ്ട് ടു, ഐ ഡോണ്ട് ഫാൻസി പ്ലസ് ING, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് പ്ലസ് ING, ഇതെല്ലാം നമുക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ്. ഒരു കാര്യം തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ പല രീതിയിൽ പറയാൻ സാധിക്കും. എഗ്രി, ഒരു വ്യക്തി പറയുന്ന കാര്യത്തിനോട് അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു പോളിസികളോടൊക്കെ നമ്മൾ യോജിക്കുന്നുണ്ട്, നമുക്ക് എതിർപ്പൊന്നുമില്ല എന്ന് പറയാൻ ഈ വെർബ് ഉപയോഗിക്കാം. സമ്മതിക്കുക, യോജിക്കുക, ഈ മീനിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു വെർബാണ് എഗ്രി. ഞാൻ നിന്നോട് യോജിക്കുന്നു. ഐ എഗ്രി വിത്ത് യു. ഐ എഗ്രി വിത്ത് യു. ഞാൻ നിന്നോട് യോജിക്കുന്നില്ല എന്നാണെങ്കിലോ ഐ ഡോണ്ട് എഗ്രി വിത്ത് യു എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഡിസഗ്രി വിത്ത് യു എന്ന് പറയാം. ഐ ഡോണ്ട് എഗ്രി തന്നെയാണ് ഐ ഡിസഗ്രി. ഐ ഡിസഗ്രി വിത്ത് യു. ഈ ഒരു മീനിങ്ങിൽ എഗ്രിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ വിത്ത് ആണ്. നമ്മൾ ഒരാളുമായി യോജിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോളിസിയുമായി നമുക്ക് യോജിപ്പാണ്, വിരോധമൊന്നുമില്ല, എതിർപ്പൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എഗ്രി എന്ന വെർബിന് ശേഷം വിത്ത് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. അവൾ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സമ്മതിക്കുക എന്നതിന് നേരത്തെ നമ്മൾ അഡ്മിറ്റ് എന്നൊരു വെർബ് ഉപയോഗിച്ചു. അവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന സമ്മതമാണ്. ഇവിടെ അങ്ങനെയല്ല, വരാമെന്ന് സമ്മതിച്ചു. ഒരു കാര്യം ചെയ്യാമെന്ന്, ഒരു ഓഫർ പോലെയാണ് പറയുന്നത്. ഈ ഒരു കാര്യം പറയാൻ നമുക്ക് എഗ്രി എന്ന വെർബ് ഉപയോഗിക്കാം. ഷീ ഹാസ് എഗ്രീഡ് ടു കം. അവൾ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഷീ ഹാസ് എഗ്രീഡ് ടു കം. അവൾ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവൾ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. വാഗ്ദാനം എന്ന് പറയുമ്പോൾ ഓഫറാണ്. ഷീ ഓഫേർഡ് ടു ഹെൽപ്പ്. അവൾ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു.
എഗ്രി ആയാലും ഓഫർ ആയാലും അതിനുശേഷം പിന്നെ വരുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ് കേട്ടോ. ഷീ ഹാസ് എഗ്രീഡ് കമ്മിങ് അല്ല, ഷീ ഹാസ് എഗ്രീഡ് ടു കം. ഷീ ഓഫേർഡ് ടു ഹെൽപ്പ്, ഷീ ഓഫേർഡ് ഹെൽപ്പിംഗ് അല്ല, പക്ഷേ ഷീ ഓഫേർഡ് ഹെൽപ്പ് എന്ന് പറയാം. ഓഫറിന് ശേഷം ഹെൽപ്പ് എന്ന നൗൺ ഉപയോഗിക്കും. അവൾ സഹായം വാഗ്ദാനം ചെയ്തു, അതാണ് പിന്നെ ആ സെന്റൻസിന് അർത്ഥം. ഷീ ഓഫേർഡ് ടു ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അവൾ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ഷീ ഓഫേർഡ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അവൾ സഹായം വാഗ്ദാനം ചെയ്തു. കൺസിഡർ, പരിഗണിക്കുക, കണക്കിലെടുക്കുക, ഈ മീനിങ്ങിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെർബാണ് കൺസിഡർ. നമ്മൾ എല്ലാ ഓപ്ഷൻസും കണക്കിലെടുക്കണം. വി ഷുഡ് കൺസിഡർ ഓൾ ദ ഓപ്ഷൻസ്. വി ഷുഡ് കൺസിഡർ ഓൾ ദ ഓപ്ഷൻസ്. എല്ലാ ഓപ്ഷൻസും നമ്മൾ കണക്കിലെടുക്കണം. നിങ്ങൾ ഒരിക്കലും എൻ്റെ ആവശ്യങ്ങൾ കണക്കിലെടുക്കാറില്ല. യു നെവർ കൺസിഡർ മൈ ഫീലിങ്സ്. ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ആവശ്യങ്ങളല്ല. യു നെവർ കൺസിഡർ മൈ നീഡ്സ്. നിങ്ങൾ ഒരിക്കലും എൻ്റെ ആവശ്യങ്ങൾ കണക്കിലെടുക്കാറില്ല. അല്ലെങ്കിൽ യു നെവർ കൺസിഡർ മൈ ഫീലിങ്സ്. എൻ്റെ ഫീലിങ്സ് നിങ്ങൾ ഒരിക്കലും കണക്കിലെടുക്കാറില്ല, അതിന് വേണ്ടത്ര വില കൊടുക്കാറില്ല. യു നെവർ കൺസിഡർ മൈ ഫീലിങ്സ്. ഞാൻ ആ ജോലിക്ക് അപേക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു, അതായത് ആ ഒരു കാര്യം ഞാൻ പരിഗണിച്ചു. ഈ അർത്ഥത്തിലും നമുക്ക് കൺസിഡർ ഉപയോഗിക്കാം. ഞാൻ ആലോചിച്ചു. തിങ്ക് എന്ന വെർബ് വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം. കുറച്ചുകൂടി നല്ലത് കൺസിഡർ എന്ന വെർബ് തന്നെയാണ്. അതായത് ഞാൻ ആ ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ആ ഒരു തോട്ട് അതെൻ്റെ പരിഗണനയിൽ വന്നു, അതാണ് പറയേണ്ടത്. ഞാൻ ആലോചിച്ചു. ഐ കൺസിഡേർഡ്. എന്ത്? ആ ജോലിക്ക് അപേക്ഷിക്കുന്നതിനെ കുറിച്ച്. കൺസിഡറിന് ശേഷം മറ്റൊരു വെർബ് വരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ING ഫോമിലായിരിക്കണം. ഐ കൺസിഡേർഡ് അപ്ലൈയിങ് ഫോർ ദാറ്റ് ജോബ്. ഐ കൺസിഡേർഡ് ടു അല്ല, ഐ കൺസിഡേർഡ് അപ്ലൈയിങ് ഫോർ ദാറ്റ് ജോബ്. ആ ജോലിക്ക് അപേക്ഷിക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു. ഐ കൺസിഡേർഡ് അപ്ലൈയിങ് ഫോർ ദാറ്റ് ജോബ്. പ്രവർത്തിക്കുന്നതിന് മുമ്പ് എല്ലാ വരും വരായികകളും നീ കണക്കിലെടുക്കണം. വരും വരായികകൾ എന്ന് പറയുമ്പോൾ കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങൾ, അത് നീ കണക്കിലെടുക്കണം. നീ കണക്കിലെടുക്കണം. യു ഷുഡ് കൺസിഡർ ഓൾ ദ കോൺസിക്വൻസസ്. പ്രവർത്തിക്കുന്നതിന് മുമ്പ്, ബിഫോർ യു ആക്ട് അല്ലെങ്കിൽ ബിഫോർ ആക്ടിങ്. യു ഷുഡ് കൺസിഡർ ഓൾ ദ കോൺസിക്വൻസസ് ബിഫോർ യു ആക്ട്. നീ പ്രവർത്തിക്കുന്നതിന് മുമ്പ് നീ അതിൻ്റെ എല്ലാം വരും വരായികകളും കണക്കിലെടുക്കണം. ബിഫോർ ആക്ടിങ് എന്നും പറയാം. ഷീ ഹാസ് ഗോട്ട് എ ലവിങ് ഫാമിലി ആൻഡ് എ നൈസ് ജോബ്. അവൾക്ക് നല്ലൊരു ജോലിയും ഉണ്ട്, നല്ലൊരു കുടുംബ ജീവിതവും ഉണ്ട്. ഷീ ഷുഡ് കൺസിഡർ ഹെർ സെൽഫ് ലക്കി. അവൾ സ്വയം ഭാഗ്യവതിയായി കരുതണം. ഷീ ഷുഡ് കൺസിഡർ ഹെർ സെൽഫ് ലക്കി. ഐ കൺസിഡർ മൈ സെൽഫ് ലക്കി എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ ഒരു ഭാഗ്യവതിയായ വ്യക്തിയായാണ് കാണുന്നത് എന്നൊരർത്ഥമാണുള്ളത്. ഷീ ഷുഡ് കൺസിഡർ ഹെർ സെൽഫ് ലക്കി. അവർക്ക് ധാരാളം പണം ഉണ്ടെന്ന് തോന്നുന്നു. സീം, അപ്പിയർ, ഈ വേർബ്സ് എല്ലാം നമുക്കൊരു കാര്യം അങ്ങനെ തോന്നുന്നു എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. അവർക്ക് ധാരാളം പണം ഉണ്ടെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ദേ ഹാവ് എ ലോട്ട് ഓഫ് മണി, അല്ലെങ്കിൽ ദേ സീം ടു ഹാവ് എ ലോട്ട് ഓഫ് മണി. ദേ സീം ടു ഹാവ് പ്ലെന്റി ഓഫ് മണി എന്നും പറയാം. ദേ സീം ടു ഹാവ് എ ലോട്ട് ഓഫ് മണി. അവർക്ക് ഒരുപാട് പണം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് തന്നെ നമുക്ക് ഇറ്റ് ഉപയോഗിച്ച് പറയാം. പിന്നെ അതിനുശേഷം ദാറ്റ് ക്ലോസ് ആണ് വരാം. ഇറ്റ് സീംസ് ദാറ്റ് ദേ ഹാവ് എ ലോട്ട് ഓഫ് മണി. എ ലോട്ട് ഓഫ് എന്ന് പറയുക, അല്ലെങ്കിൽ പ്ലെന്റി ഓഫ് എന്ന് പറയാം. ലോട്ട് ഓഫിന് മുന്നിൽ എ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. എ ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ടത് ലോട്ട്സ് ഓഫ് ആണ്. ദേ സീം ടു ഹാവ് പ്ലെന്റി ഓഫ് മണി. അവർക്ക് ധാരാളം പണം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇറ്റ് സീംസ് ദാറ്റ് ദേ ഹാവ് പ്ലെന്റി ഓഫ് മണി. അവന് കാര്യങ്ങൾ മറക്കുന്ന പ്രവണതയുണ്ട്. ഒരാൾ ഒരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്, അവർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വെർബാണ് ടെൻറ്റ്. ടെൻഡൻസി എന്ന നൗണിൽ നിന്ന് വരുന്ന വെർബാണിത്. ടെൻഡൻസി എന്ന് പറയുമ്പോൾ പ്രവണത അല്ലെ, അതിൻ്റെ വെർബ് ഫോം ആണ് ടെൻറ്റ്. അവന് കാര്യങ്ങൾ മറക്കുന്ന പ്രവണതയുണ്ട്. ഹി ടെൻസ് ടു ഫോർഗെറ്റ് തിങ്സ്. ടെൻറ്റിന് ശേഷം പിന്നെ വരുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ് കേട്ടോ. ഹി ടെൻസ് ടു ഫോർഗെറ്റ് തിങ്സ്. അവന് കാര്യങ്ങൾ മറക്കുന്ന സ്വഭാവമുണ്ട്. ഷീ ടെൻസ് ടു ടോക്ക് എ ലോട്ട്. അവൾക്ക് ഒരുപാട് സംസാരിക്കുന്ന സ്വഭാവമുണ്ട്, അതായത് അവൾ ഒത്തിരി സംസാരിക്കും. ഷീ ടെൻസ് ടു ടോക്ക് എ ലോട്ട്. ഷീ ടോക്സ് എ ലോട്ട് എന്ന് പറഞ്ഞാലും മതി. അതുപോലെ തന്നെ ഹി ഫോർഗെറ്റ്സ് തിങ്സ് എന്ന് പറഞ്ഞാലും മതി. ഹി ഫോർഗെറ്റ്സ് തിങ്സ് എന്ന് പറയുമ്പോൾ അവൻ കാര്യങ്ങൾ മറക്കാറുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. കുറച്ചുകൂടി സ്റ്റൈലായി കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇതുപോലത്തെ വേർബ്സ് എല്ലാം ഉപയോഗിക്കുന്നത്. ഹി ടെൻസ് ടു ഫോർഗെറ്റ് തിങ്സ്, അല്ലെങ്കിൽ ഷീ ടെൻസ് ടു ടോക്ക് എ ലോട്ട്. ഹി ടെൻസ് ടു ബോസ്റ്റ് ഓഫ് ഹിസ് അച്ചീവ്മെന്റ്സ്. ബോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് സ്വയം പുകഴ്ത്തി സംസാരിക്കാം, ഒരുപാട് വലുതായി പറയാം. ഹി ടെൻസ് ടു ബോസ്റ്റ് ഓഫ് ഹിസ് അച്ചീവ്മെന്റ്സ്. അവൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പൊങ്ങച്ചം പറയുന്ന ഒരു സ്വഭാവം അവനുണ്ട്. ഹി ടെൻസ് ടു ബോസ്റ്റ് ഓഫ് ഹിസ് അച്ചീവ്മെന്റ്സ്. ബോസ്റ്റ് എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്, അതുകൂടി ശ്രദ്ധിക്കുക. പ്രിറ്റൻഡ്, ഭാവിക്കുക, അഭിനയിക്കുക, നടിക്കുക, ഇതെല്ലാമാണ് അതിനർത്ഥം. ഞാൻ ഉറക്കത്തിലാണെന്ന് ഭാവിച്ചു. ഐ പ്രിറ്റൻഡഡ് ടു ബി അസ്ലീപ്. ഞാൻ ഉറക്കത്തിലാണെന്ന് ഭാവിച്ചു. അവരെ കണ്ടില്ലെന്ന് ഞാൻ ഭാവിച്ചു. ഐ പ്രിറ്റൻഡഡ് നോട്ട് ടു സീ ദം.
ഐ പ്രിറ്റൻഡഡ് നോട്ട് ടു സീ ദം. അവരെ കണ്ടില്ലെന്ന് ഞാൻ ഭാവിച്ചു. നമുക്ക് ആ കാറ് വാങ്ങിക്കാൻ സാധിക്കില്ല. ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ നമുക്ക് കനോട്ട് എന്ന വെർബ് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ആയ ബുദ്ധിമുട്ട് കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അഫോർഡ് എന്ന വെർബ് കൂടി ഉപയോഗിക്കാം. നമുക്ക് ആ കാറ് വാങ്ങാൻ സാധിക്കില്ല. വി കനോട്ട് അഫോർഡ് ദാറ്റ് കാർ എന്ന് പറയാം. അതായത് ആ കാർ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുന്നതല്ല. വി കനോട്ട് അഫോർഡ് ദാറ്റ് കാർ. വാങ്ങിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അഫോർഡിന് ശേഷം ടു ബൈ എന്ന വെർബ് കൂടി ഉപയോഗിക്കാം. വി കനോട്ട് അഫോർഡ് ടു ബൈ ദാറ്റ് കാർ. നമുക്ക് ആ കാർ വാങ്ങിക്കാൻ സാധിക്കില്ല, അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കില്ല. ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്. ഈ അർത്ഥം തന്നെയാണ് വി കാൺ ബൈ ദാറ്റ് കാർ എന്ന് പറയുമ്പോഴും. പക്ഷെ വി കാൺ ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല എന്നൊരു അർത്ഥം മാത്രമാണുള്ളത്. വി കാൺ അഫോർഡ് ടു ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനാവശ്യമായ പണമില്ല, അതുകൊണ്ട് സാധിക്കില്ല എന്നൊരു മീനിങ് ആണുള്ളത്. നമുക്കൊരു കാര്യം അഫോർഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നമുക്കത് അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നർത്ഥം. അത് ഫിനാൻഷ്യൽ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സാഹചര്യമായിരിക്കാം. വി കാൺ അഫോർഡ് ടു ബൈ ദാറ്റ് കാർ. നമുക്ക് ആ കാർ വാങ്ങിക്കാൻ സാധിക്കില്ല. വി കാൺ അഫോർഡ് ടു വെയിറ്റ് എനി ലോങ്ങർ. ഇവിടെ സാമ്പത്തികമായ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇനി കൂടുതൽ സമയം, എനി ലോങ്ങർ എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ സമയം കാത്തു നിൽക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം നമുക്കില്ല. നമ്മുടെ സാഹചര്യം നമ്മളെ അനുവദിക്കുന്നില്ല. ആ മീനിങ്ങിലാണ് നമ്മളിവിടെ വി കാൺ അഫോർഡ് ടു വെയിറ്റ് എന്ന് പറയുന്നത്. വി കാൺ വെയിറ്റ് എനി ലോങ്ങർ എന്ന് പറഞ്ഞാലും ഏകദേശം സിമിലർ മീനിങ് തന്നെയാണ്. വി കാൺ അഫോർഡ് ടു വെയിറ്റ് എനി ലോങ്ങർ. ഐ കാൺ അഫോർഡ് ടു മിസ് അനദർ ഡെഡ് ലൈൻ. ഇനി ഒരു ഡെഡ് ലൈൻ കൂടി എനിക്ക് മിസ്സാക്കാൻ സാധിക്കില്ല. അതായത് ഞാൻ ഓൾറെഡി പല ഡെഡ് ലൈൻസും മിസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ എൻ്റെ ജോലി നഷ്ടപ്പെടും. ഐ കാൺ അഫോർഡ് ടു മിസ് അനദർ ഡെഡ് ലൈൻ. സാമ്പത്തികമായി നമുക്കൊരു കാര്യം സാധിക്കും അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് പറയാൻ മാത്രമല്ല, നമ്മുടെ സാഹചര്യം അതിന് അനുവദിക്കും അല്ലെങ്കിൽ അനുവദിക്കില്ല എന്ന് പറയുന്നതിന് വേണ്ടിയും നമുക്ക് അഫോർഡ് എന്ന വെർബ് ഉപയോഗിക്കാം. ഞാൻ തിരക്കിലല്ല. ബിസി അല്ല എന്നല്ല പറയുന്നത്. നമുക്ക് എങ്ങോട്ടും പോവാൻ ധൃതിയില്ല. ആ തിരക്കില്ല എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് ഹറി. ഐ ആം നോട്ട് ഇൻ എ ഹറി. അവിടെ എ എന്ന ആർട്ടിക്കിൾ കൂടെയുണ്ട്. ഐ എം നോട്ട് ഇൻ ഹറി പോരാ, ഐ എം നോട്ട് ഇൻ എ ഹറി. ഞാൻ പോവാനുള്ള ധൃതിയിലായിരുന്നു എന്ന് പറയുമ്പോൾ ഐ വാസ് ഇൻ എ ഹറി ടു ലീവ്. ഐ വാസ് ഇൻ എ ഹറി. ഇൻ എ ഹറി എന്ന എക്സ്പ്രഷൻ തന്നെ ഉപയോഗിക്കുക. അവിടെ ഇൻ എന്ന പ്രിപ്പോസിഷനും ഉണ്ട്, എ എന്ന ആർട്ടിക്കിളും ഉണ്ട്. ഐ എം നോട്ട് ഇൻ എ ഹറി. ഞാൻ തിരക്കിലല്ല. എനിക്ക് കാത്തു നിൽക്കാൻ ബുദ്ധിമുട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വിഷമമില്ല എന്ന് പറയാൻ നമുക്ക് ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയാം. മൈൻഡിന് ശേഷം പിന്നെ വരിക ING ഫോമാണ്. ഐ ഡോണ്ട് മൈൻഡ് വെയിറ്റിംഗ്. എനിക്ക് കാത്തു നിൽക്കാൻ ബുദ്ധിമുട്ടില്ല. ഐ എം നോട്ട് ഇൻ എ ഹറി. ഐ എം നോട്ട് ബിസി എന്നല്ല ഇവിടെ പറയേണ്ടത്. ബിസി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന തിരക്കിലാണ് എന്നാണ് അർത്ഥം. ഐ എം ഇൻ എ ഹറി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങോട്ടോ പോവാനുള്ള ധൃതിയിലാണ് എന്നാണ് അർത്ഥം. ഐ ഡോണ്ട് മൈൻഡ് വെയിറ്റിംഗ്. എനിക്ക് കാത്തു നിൽക്കാൻ ബുദ്ധിമുട്ടില്ല. പ്രിവെന്റ്, സ്റ്റോപ്പ്, ഏകദേശം ഒരേ മീനിങ് വരുന്ന രണ്ട് വേർബ്സ് ആണ്. ഇതിന് രണ്ടിന് ശേഷവും നമ്മൾ പൊതുവെ ഫ്രം എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ പിന്നെ അതിന് ശേഷം വരിക ING ഫോമാണ്. നൗൺസ് ഉപയോഗിക്കാം, പിന്നെ അവിടെ പ്രിപ്പോസിഷൻ്റെ ആവശ്യം വരുന്നില്ല. യു കാൺ സ്റ്റോപ്പ് മീ ഫ്രം ഗോയിങ്. എന്നെ പോകുന്നതിൽ നിന്നും തടയാൻ നിനക്കാവില്ല. യു കാൺ സ്റ്റോപ്പ് മീ ഫ്രം ഗോയിങ്, അല്ലെങ്കിൽ യു കാൺ പ്രിവെന്റ് മീ ഫ്രം ഗോയിങ്. എന്നെ പോകുന്നതിൽ നിന്നും തടയാൻ നിനക്കാവില്ല. പ്രിവെന്റ്, സ്റ്റോപ്പ്, തടയുക എന്ന അർത്ഥത്തിൽ വരുന്ന ഈ വേർബ്സിന് ശേഷം നമ്മൾ ഫ്രം പ്ലസ് ING ആണ് നോർമലി യൂസ് ചെയ്യുക. ഇൻസിസ്റ്റ്, നിർബന്ധിക്കുക, ശാഠ്യം പിടിക്കുക, ശഠിക്കുക, ഇതെല്ലാമാണ് ഇതിനർത്ഥം. അവളെ പോവാൻ അനുവദിക്കണമെന്ന് അവൾ നിർബന്ധിച്ചു. ഷീ ഇൻസിസ്റ്റഡ്. ഇൻസിസ്റ്റിന് ശേഷം നമുക്ക് ഓൺ പ്ലസ് ING ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം. അവളെ പോവാൻ അനുവദിക്കണമെന്ന് അവൾ നിർബന്ധിച്ചു. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ ഷുഡ് ബി അലൗഡ് ടു ഗോ. ഇവിടെ പാസീവ് വെർബാണ് ഉപയോഗിച്ചത്. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ദേ ഷുഡ് അലോ ഹെർ ടു ഗോ. അവർ അവളെ പോവാൻ അനുവദിക്കണമെന്ന് അവൾ നിർബന്ധിച്ചു. അങ്ങനെ പറയുമ്പോൾ ആക്റ്റീവ് വോയിസ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. ദേ ഷുഡ് അലോ ഹെർ. അതിൻ്റെ പാസീവ് ഫോമാണ് പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആരാണ് അനുവദിക്കേണ്ടത് എന്നൊന്നും ഇവിടെ പറയുന്നില്ല, അതുകൊണ്ടാണ് പാസീവ് വെർബ് ഉപയോഗിച്ചത്. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ ഷുഡ് ബി അലൗഡ് ടു ഗോ. അവളെ പോവാൻ അനുവദിക്കണമെന്ന് അവൾ നിർബന്ധിച്ചു. ഇൻസിസ്റ്റിന് ശേഷം ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓൺ പ്ലസ് ING ഉപയോഗിക്കാം. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ വുഡ് കം വിത്ത് മീ. എൻ്റെ കൂടെ വരണമെന്ന് അവൾ ശാഠ്യം പിടിച്ചു. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ വുഡ് കം വിത്ത് മീ. എൻ്റെ കൂടെ വരണമെന്ന് അല്ലെങ്കിൽ വരുമെന്ന് അവൾ ശാഠ്യം പിടിച്ചു. ഷീ ഇൻസിസ്റ്റഡ് ഓൺ കമ്മിങ് വിത്ത് മീ. നമുക്കിത് ഇങ്ങനെയും പറയാം. ഷീ ഇൻസിസ്റ്റഡ് ഓൺ കമ്മിങ് വിത്ത് മീ. എല്ലായ്പ്പോഴും ദാറ്റ് ക്ലോസിന് പകരം ഓൺ പ്ലസ് ING ഉപയോഗിക്കാൻ സാധിക്കില്ല. മീനിങ് കൂടി കറക്റ്റായി വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുക. ഇൻസിസ്റ്റിന് ശേഷം നമുക്ക് ദാറ്റ് ക്ലോസ് എല്ലായ്പ്പോഴും ഉപയോഗിക്കാം, പക്ഷെ ഓൺ പ്ലസ് ING മീനിങ് കറക്റ്റായിട്ട് വരുമ്പോൾ മാത്രം ഉപയോഗിക്കാം. ഷീ ഇൻസിസ്റ്റഡ് ഓൺ കമ്മിങ് വിത്ത് മീ.
റിഗ്രറ്റ് ഖേദിക്കുക, പശ്ചാത്തപിക്കുക. നമ്മളൊരു കാര്യം പറഞ്ഞതിൽ അല്ലെങ്കിൽ ചെയ്തതിൽ നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന വിഷമത്തിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വെർബാണ്. 14 വയസ്സിൽ പഠനം നിർത്തിയതിൽ ഞാൻ ഖേദിക്കുന്നു. 14ാമത്തെ വയസ്സിൽ ഞാൻ പഠനം നിർത്തി, പക്ഷേ എനിക്ക് അതിൽ ഇപ്പോൾ വിഷമമുണ്ട്. ഞാനത് ഇപ്പോൾ ഖേദിക്കുന്നു. I regret leaving school at 14. I regret leaving school at 14. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിനെ കുറിച്ച് പറയാൻ റിഗ്രറ്റിന് ശേഷം നമ്മൾ ing ഫോം ഉപയോഗിക്കാം. I regret leaving school at 14. At 14 എന്ന് പറയുമ്പോൾ 14 വയസ്സിൽ. I regret to leave അല്ല, I regret leaving. Do you regret not going to college? കോളേജിൽ പോവാത്തതിൽ നിനക്ക് വിഷമമുണ്ടോ, ഖേദമുണ്ടോ? Do you regret not going to college? Not going എന്ന് പറയുമ്പോൾ പോവാത്തതിൽ. Do you regret not going to college? I regret saying that. അത് പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. പറയാൻ പാടില്ലാത്ത എന്തോ പറഞ്ഞു, അതിൽ എനിക്ക് ഇപ്പോൾ ഖേദമുണ്ട്. I regret saying that. Intent ഉദ്ദേശിക്കുക, intention ഉദ്ദേശം, അതിൽ നിന്ന് വരുന്ന ഒരു വെർബാണിത്. ഞാനൊരു കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഇന്റന്റിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, ing ഫോം ഉപയോഗിക്കാം. ഐ ഇന്റന്റ് ടു ബൈ എ കാർ അല്ലെങ്കിൽ ഐ ഇന്റന്റ് ബൈയിങ് എ കാർ. ഞാൻ ആ ജോലിക്ക് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. ഐ ഇന്റന്റ് ടു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. ഐ ഇന്റന്റ് ടു അപ്ലൈ. അവനെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല. അതായത് നമ്മളൊരു കാര്യം ചെയ്തു, പക്ഷെ അതിന് അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പറയാൻ നമുക്ക് ഐ ഡിഡിൻറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറയാം. ഐ ഡിഡിൻറ്റ് ഇൻറ്റൻറ്റ് ടു ഹേർട്ട് ഹിം. അവനെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല. ഐ ഡിഡിൻറ്റ് ഇൻറ്റൻറ്റ് ടു ഹേർട്ട് ഹിം. ബോദർ ഈ വെർബിന് പല മീനിങ്സ് ഉണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക, മെനക്കെടുക എന്ന് പറയില്ലേ, ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മളെ അസ്വസ്ഥരാക്കാറുണ്ട്, ശല്യപ്പെടുത്താറുണ്ട്, അതെല്ലാം പറയുന്നതിന് വേണ്ടിയും നമുക്കിത് ഉപയോഗിക്കാം. ഉച്ചത്തിലുള്ള ശബ്ദം എൻ്റെ ഡോഗിനെ അസ്വസ്ഥനാക്കുന്നു. എൻ്റെ ഡോഗിന് വലിയ ശബ്ദം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, അവനതൊരു വിഷമമാണ്. ഉച്ചത്തിലുള്ള ശബ്ദം ലൗഡ് നോയ്സസ് അല്ലെങ്കിൽ ലൗഡ് നോയ്സ് ബോദേഴ്സ് മൈ ഡോഗ്. ലൗഡ് നോയ്സ് ബോദേഴ്സ് മൈ ഡോഗ് അല്ലെങ്കിൽ ലൗഡ് നോയ്സസ് ബോദർ മൈ ഡോഗ്. നോയ്സസ് പ്ലൂറൽ ആണ്, പിന്നെ നമ്മൾ ബോദർ എന്ന് മാത്രമാണ് പറയുന്നത്. നോയ്സ് ആണെങ്കിൽ ബോദേഴ്സ് എന്ന് പറയണം. ലൗഡ് നോയ്സസ് ബോദർ മൈ ഡോഗ്. വലിയ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ ഡോഗിന് ബുദ്ധിമുട്ടുണ്ട്. മൈ കാറ്റ്സ് ആറിൻ ബോദേർഡ് മൈ നോയ്സ്. ഡോഗിന് പേടിയാണ്, പക്ഷെ പൂച്ചകൾക്ക് അത് കാര്യമായി അവരെ ബാധിക്കാറില്ല. മൈ കാറ്റ്സ് ആറിൻ ബോദേർഡ് മൈ നോയ്സ്. ആദ്യത്തെ സെന്റൻസിൽ നോയ്സ് ആണ് സബ്ജക്റ്റ്, നമ്മൾ ഉപയോഗിച്ചത് ആക്റ്റീവ് വെർബാണ്. കാരണം ശബ്ദമാണ് ശല്യം ഉണ്ടാക്കുന്നത്, അവിടെ ശബ്ദമാണ് ബോദർ ചെയ്യുന്നത്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ച പാസീവ് വെർബാണ്. ഇവിടെ കാറ്റ്സ് ഒന്നും ചെയ്യുന്നില്ല, അവർ അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് പറയേണ്ടത്. മൈ കാറ്റ്സ് ആർ ഇൻ ബോദേർഡ് ബൈ നോയ്സ് അല്ലെങ്കിൽ നോയ്സ് ഡസൻ ബോദർ മൈ കാറ്റ്സ്. നോയ്സ് എൻ്റെ പൂച്ചകളെ അഫക്റ്റ് ചെയ്യാറില്ല, നോയ്സ് എൻ്റെ ഡോഗിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ലൗഡ് നോയ്സ് അഫക്ട്സ് മൈ ഡോഗ്. ലൗഡ് നോയ്സ് ബോദേഴ്സ് മൈ ഡോഗ്. ഇവിടെ അഫക്റ്റ് എന്നൊരു അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ബോദർ എന്ന വെർബ് യൂസ് ചെയ്യുന്നത്. അവനെ ശല്യം ചെയ്യരുത്. ഡോണ്ട് ബോദർ ഹിം, ഡോണ്ട് ഡിസ്റ്റർബ് ഹിം എന്നും പറയാം. മീനിങ്ങിന് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഇവിടെ ഡിസ്റ്റർബും ബോദറും എല്ലാം നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ സാധിക്കും. ഡോണ്ട് ബോദർ ഹിം. കാറ് ലോക്ക് ചെയ്യണമെന്നില്ല, അതായത് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല എന്ന് പറയില്ലേ, ആ മീനിങ്ങിലും നമുക്ക് ബോദർ ഉപയോഗിക്കാം. ഡോണ്ട് ബോദർ ടു ലോക്ക് ദ കാർ. കാറ് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല. ഡോണ്ട് ബോദർ ടു ലോക്ക് ദ കാർ അല്ലെങ്കിൽ ഡോണ്ട് ബോദർ ലോക്കിംഗ് ദ കാർ. ബോദറിന് ശേഷം ടു ഇൻഫിനിറ്റീവും ing ഫോമും ഉപയോഗിക്കാം. ഡോണ്ട് ബോദർ ലോക്കിംഗ് ദ കാർ. കാറ് ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡോണ്ട് ബോദർ കുക്കിംഗ്. ഭക്ഷണം ഉണ്ടാക്കി ബുദ്ധിമുട്ടണ്ട, വിഷമിക്കേണ്ട. ഡോണ്ട് ബോദർ കുക്കിംഗ്. വി ക്യാൻ ഓർഡർ ഫുഡ്. നമുക്ക് പുറത്ത് നിന്ന് മേടിക്കാം. ഡോണ്ട് ബോദർ കുക്കിംഗ്. ഷീ ഡിഡിൻറ്റ് ഈവൻ ബോദർ ടു റിപ്ലൈ. ഒരു മറുപടി അയക്കാൻ പോലും അവൾ മെനക്കെട്ടില്ല, അതിന് പോലും അവൾ ശ്രമിച്ചില്ല. ഷീ ഡിഡിൻറ്റ് ഈവൻ ബോദർ ടു റിപ്ലൈ. ഡിസൈഡ് തീരുമാനിക്കുക. ഡിസൈഡിന് ശേഷം പൊതുവെ ടു ഇൻഫിനിറ്റീവ് ആണ് വരാം. പോവാൻ ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു ഗോ. പോവേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് നോട്ട് ടു ഗോ. ഇൻഫിനിറ്റീവ്സിന്റെ നെഗറ്റീവ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഇൻഫിനിറ്റീവിന് മുന്നിൽ നോട്ട് ഉപയോഗിച്ചാണ്, ടൂവിന് ശേഷം നോട്ട് ഉപയോഗിച്ചല്ല. ഐ ഡിസൈഡഡ് നോട്ട് ടു ഗോ. ഐ ഡിസൈഡഡ് ടു നോട്ട് ഗോ അല്ല, നോട്ട് ടു ഗോ. പോവേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഡിസൈഡിന് ശേഷം നമുക്ക് എഗെയിൻസ്റ്റ് എന്നൊരു പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കാം. ഒരു കാര്യം ചെയ്യുന്നതിന് എതിരായി തീരുമാനിച്ചു എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് എഗെയിൻസ്റ്റ് ഉപയോഗിക്കാം. എഗെയിൻസ്റ്റ് പ്രിപ്പോസിഷൻ ആണ്, പിന്നെ അതിനുശേഷം വരുന്ന വെർബ് ing ഫോം ആണ്.
ടൂവും പ്രിപ്പോസിഷൻ അല്ലേ എന്ന് ചോദിച്ചാൽ ടു പ്രിപ്പോസിഷനും ആണ്, ഇൻഫിനിറ്റീവ് മാർക്കറും ആണ്. ടു പ്രിപ്പോസിഷനായി നമ്മൾ വെർബ്സിന് ശേഷം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കമ്മിയാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ടുവിന് ശേഷവും ING ഫോം തന്നെയാണ് വരിക. ഐ ഹാവ് ഡിസൈഡഡ് ടു മൂവ് ഇൻ ടു എ ബിഗർ ഫ്ലാറ്റ്. കൂടുതൽ വലിയൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഐ ഹാവ് ഡിസൈഡഡ് ടു മൂവ്, താമസം മാറ്റാൻ. ഇവിടുത്തെ ടു പ്രൊപ്പോസിഷൻ അല്ല, അത് ഇൻഫിനിറ്റീവ് മാർക്കറാണ്. ഐ ഹാവ് ഡിസൈഡഡ് ടു മൂവ്, ഞാൻ താമസം മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ആ ഒരു തോട്ടിന് എഗെയിൻസ്റ്റ് ആയ ഒരു തീരുമാനമാണ്, അതിനെതിരായ ഒരു തീരുമാനമാണ് ഞാൻ എടുത്തതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ പറയാം. വി ഡിസൈഡഡ് എഗെയിൻസ്റ്റ് മൂവിങ് ടു എ ബിഗർ ഫ്ലാറ്റ്. കൂടുതൽ വലിയൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറ്റുന്നതിന് എതിരായി ഞങ്ങൾ തീരുമാനിച്ചു. വി ഡിസൈഡഡ് എഗെയിൻസ്റ്റ്. വി ഡിസൈഡഡ് ടു മൂവ് എന്ന് പറയുമ്പോൾ താമസം മാറ്റാൻ തീരുമാനിച്ചു എന്നർത്ഥം. വി ഡിസൈഡഡ് എഗെയിൻസ്റ്റ് മൂവിങ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഐഡിയ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയ, എതിരായ ഒരു തീരുമാനമാണ് എടുത്തത്. വി ഡിസൈഡഡ് എഗെയിൻസ്റ്റിന് ശേഷം പിന്നെ വരുന്നത് ING ഫോം ആണ്. ടു മൂവ് അല്ല, മൂവിങ് ആണ്. എഗെയിൻസ്റ്റ് പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷന് ശേഷം ഒരു വെർബ് വരുമ്പോൾ ആ വെർബ് അതിൻ്റെ ING ഫോമിലായിരിക്കണം. വി ഡിസൈഡഡ് എഗെയിൻസ്റ്റ് മൂവിങ് ടു എ ബിഗർ ഫ്ലാറ്റ്. അപ്രൂവ്, അംഗീകരിക്കുക. അവധിക്കായുള്ള എൻ്റെ അപേക്ഷ എൻ്റെ മാനേജർ അംഗീകരിച്ചില്ല. പൊതുവെ ഫോർമലായ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഈ വെർബ് ഉപയോഗിക്കുന്നത്. എൻ്റെ മാനേജർ അംഗീകരിച്ചില്ല. മൈ മാനേജർ ഡിഡിൻ അപ്രൂവ്. എന്ത്? എൻ്റെ അവധിക്കായുള്ള അപേക്ഷ, മൈ ലീവ് റിക്വസ്റ്റ് അല്ലെങ്കിൽ മൈ ലീവ് ആപ്ലിക്കേഷൻ. മൈ മാനേജർ ഡിഡിൻ അപ്രൂവ് മൈ ലീവ് റിക്വസ്റ്റ്. എൻ്റെ ലീവ് റിക്വസ്റ്റ് എൻ്റെ മാനേജർ അപ്രൂവ് ചെയ്തില്ല. അപ്പോൾ ദ ബാങ്ക് ഡിഡിൻ അപ്രൂവ് മൈ ലോൺ ആപ്ലിക്കേഷൻ. എൻ്റെ ലോൺ ആപ്ലിക്കേഷൻ ബാങ്ക് അംഗീകരിച്ചില്ല. ബാങ്ക് അത് തള്ളിക്കളഞ്ഞു. ഡിഡിൻ അപ്രൂവ്, അംഗീകരിക്കുക. പൊതുവെ ഒഫീഷ്യലായ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ വെർബ് യൂസ് ചെയ്യുന്നത്. അംഗീകരിക്കുക, അത് സ്വീകരിക്കുക. ഈ അർത്ഥത്തിലെല്ലാമാണ് നമ്മൾ അപ്രൂവ് എന്ന വെർബ് ഉപയോഗിക്കുന്നത്. പേഴ്സണലായി നമ്മുടെ ഇഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് സ്വീകാര്യമല്ല എന്ന് പറയാനും നമുക്ക് ഈ വെർബ് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ അതിനുശേഷം ഓഫ് എന്നൊരു പ്രിപ്പോസിഷൻ കൂടി നോർമലി വരും. ഐ ഡോണ്ട് അപ്രൂവ് ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലങ്ങളിലെ പുകവലി എനിക്ക് സ്വീകാര്യമല്ല, ഞാനത് അംഗീകരിക്കുന്നില്ല. ഐ ഡോണ്ട് അപ്രൂവ് ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസസ്. ഇവിടെ നമ്മൾ അപ്രൂവിന് ശേഷം ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. ഓഫ് ഒരു പ്രിപ്പോസിഷൻ ആയത് കാരണം തന്നെ പിന്നെ അതിനുശേഷം വന്ന വെർബ് അതിൻ്റെ ING ഫോമിലുമാണ്. ഐ ഡോണ്ട് അപ്രൂവ് ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസസ്. ഇത് പേഴ്സണൽ ആയ ഒരു ഇഷ്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ അപ്രൂവിന് ശേഷം ഓഫ് ഉപയോഗിച്ചത്. പൊതുവെ ഒഫീഷ്യലായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അപ്രൂവ് തനിച്ചാണ് ഉപയോഗിക്കുന്നത്, ഓഫ് അതിൻ്റെ കൂടെ ഉപയോഗിക്കാറില്ല. മൈ പാരൻസ് നെവർ അപ്രൂവ്ഡ് ഓഫ് മൈ കരിയർ ചോയ്സസ്. എൻ്റെ കരിയർ ചോയ്സസ് ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വീകാര്യമായിരുന്നില്ല. മൈ പാരൻസ് നെവർ അപ്രൂവ്ഡ് ഓഫ് മൈ കരിയർ ചോയ്സസ്. ഐ ഡോണ്ട് അപ്രൂവ് ഓഫ് സംതിങ് അല്ലെങ്കിൽ ഹി ഡസൻ അപ്രൂവ് ഓഫ് സംതിങ് എന്ന് പറയുമ്പോൾ എനിക്ക് അത് സ്വീകാര്യമല്ല, അതല്ലെങ്കിൽ അവൻ അത് സ്വീകാര്യമല്ല എന്നാണ് അർത്ഥം. റിഫ്യൂസ്, നിരസിക്കുക, വിസമ്മതിക്കുക, രണ്ടർത്ഥമുണ്ട്. അവൾ ക്ഷണം നിരസിച്ചു. ഷീ റിഫ്യൂസ് ദ ഇൻവിറ്റേഷൻ. ഷീ റിഫ്യൂസ് ദ ഇൻവിറ്റേഷൻ. വേണമെങ്കിൽ നമുക്കിവിടെ റിജക്റ്റ് എന്ന വെർബ് കൂടി ഉപയോഗിക്കാം. റിജക്റ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. പൊതുവെ ഒഫീഷ്യലായ ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് റിജക്റ്റ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പേഴ്സണലായ കാര്യങ്ങൾ പറയുമ്പോൾ റിഫ്യൂസ് എന്ന വെർബിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഷീ റിഫ്യൂസ് ദ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഷീ റിജക്റ്റഡ് ദ ഇൻവിറ്റേഷൻ. ഷീ റിഫ്യൂസ് ദ ഓഫർ. അവൾ ആ വാഗ്ദാനം നിരസിച്ചു. റിഫ്യൂസിന് ശേഷം നമുക്ക് നൗൺസും ഉപയോഗിക്കാം, അതുപോലെ തന്നെ വേർബ്സും ഉപയോഗിക്കാം. വേർബ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അതിൻ്റെ ടു ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കും. എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവൾ വിസമ്മതിച്ചു. അതായത് അവൾ തയ്യാറായില്ല. ഇവിടെയും നമുക്ക് റിഫ്യൂസ് എന്ന വെർബ് ഉപയോഗിക്കാം. ഷീ റിഫ്യൂസ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ. ഷീ റിഫ്യൂസ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ. അവൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറായില്ല. അവൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വിസമ്മതിച്ചു. ഷീ എഗ്രീഡ് ടു ആൻസർ ആണെങ്കിൽ സമ്മതിച്ചു. ഇവിടെ എഗ്രി എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ റിഫ്യൂസ് എന്ന വെർബ് ഉപയോഗിക്കുന്നത്. എഗ്രിക്ക് എല്ലായ്പ്പോഴും ഓപ്പോസിറ്റ് ഡിസഗ്രി അല്ല. യോജിക്കുക എന്ന അർത്ഥത്തിൽ എഗ്രി ഉപയോഗിക്കുമ്പോഴാണ് അതിന് ഡിസഗ്രി എന്ന ഓപ്പോസിറ്റ് വരുന്നത്. സമ്മതിക്കുക എന്ന അർത്ഥത്തിൽ എഗ്രി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് റിഫ്യൂസ് ആണ്. ഷീ എഗ്രീഡ് ടു കം എന്ന് പറയുമ്പോൾ അവൾ വരാൻ സമ്മതിച്ചു എന്നർത്ഥം. ഷീ റിഫ്യൂസ് ടു കം എന്ന് പറയുമ്പോൾ അവൾ വരാൻ വിസമ്മതിച്ചു എന്നാണ് അർത്ഥം. അതായത് എഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു അർത്ഥത്തിൽ റിഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഷീ റിഫ്യൂസ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ. എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവൾ വിസമ്മതിച്ചു. ഷീ റിഫ്യൂസ് ടു ഗോ. അവൾ പോവാൻ വിസമ്മതിച്ചു, പോവാൻ തയ്യാറായില്ല. റിജക്റ്റ്, തള്ളിക്കളയുക, നിരാകരിക്കുക, ഉപേക്ഷിക്കുക. ഈ മീനിങ് എല്ലാം ഇതിലുണ്ട്. പൊതുവെ ഒഫീഷ്യലായ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ബാങ്ക് എൻ്റെ ലോൺ ആപ്ലിക്കേഷൻ തള്ളിക്കളഞ്ഞു.
ദ ബാങ്ക് റിഫ്യൂസ്ഡ് മൈ ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറയാം, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ദ ബാങ്ക് റിജക്റ്റഡ് മൈ ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ്. ദ ബാങ്ക് റിജക്റ്റഡ് മൈ ലോൺ ആപ്ലിക്കേഷൻ, ഇതെല്ലാം പൊതുവെ ഒഫീഷ്യലായ കാര്യങ്ങളാണല്ലോ. ദ ബാങ്ക് റിജക്റ്റഡ് മൈ ലോൺ ആപ്ലിക്കേഷൻ. ഷീ റിജക്റ്റഡ് ഹിസ് പ്രപ്പോസൽ, അയാളുടെ പ്രപ്പോസൽ അവൾ നിരസിച്ചു. ഷീ റിഫ്യൂസ്ഡ് എന്ന് പറയാം, ഷീ റിജക്റ്റഡ് എന്നും പറയാം. റിജക്റ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ഷീ റിജക്റ്റഡ് ഹിസ് പ്രപ്പോസൽ. റിജക്റ്റും റിഫ്യൂസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. രണ്ടും നിരാകരിച്ചു എന്ന അർത്ഥത്തിൽ, വേണ്ടെന്ന് വെച്ചു, നിരസിച്ചു, ഈ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ റിഫ്യൂസിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. റിജക്റ്റിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നില്ല, നൗൺസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. The bank rejected my application. She rejected his proposal. She rejected the offer. പക്ഷെ അവൾ പോവാൻ വിസമ്മതിച്ചു എന്ന് പറയുമ്പോൾ she rejected to go എന്ന് പറയാൻ സാധിക്കില്ല. She refused to go. അവൾ പോവാൻ വിസമ്മതിച്ചു. റിഫ്യൂസിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവും നൗണും ഉപയോഗിക്കുമ്പോൾ റിജക്റ്റിന് ശേഷം നമ്മൾ നൗൺസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. സക്സീഡ്, വിജയിക്കുക. ഒരു ജോലി കണ്ടുപിടിക്കുന്നതിൽ അവൻ ഇനിയും വിജയിച്ചിട്ടില്ല. ഇനിയും വിജയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ്. ഹി ഹാസ് ഇൻ സക്സീഡഡ് ഇൻ ഫൈൻഡിങ് എ ജോബ് അറ്റ്. സക്സീഡിന് ശേഷം ഇൻ പ്ലസ് ING ആണ് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. ING വേണമെന്ന് നിർബന്ധമില്ല, നൗണും ഉപയോഗിക്കാം. പക്ഷെ ഇൻ എന്ന പ്രിപ്പോസിഷൻ അവിടെ നിർബന്ധമാണ്. ഹി ഹാസ് ഇൻ സക്സീഡഡ് ഇൻ ഫൈൻഡിങ് എ ജോബ് അറ്റ്. അവൻ ഇനിയും ഒരു ജോലി കണ്ടെത്തുന്നതിൽ വിജയിച്ചിട്ടില്ല. ഈ ഒരു അർത്ഥത്തിൽ സക്സീഡിന്റെ ഓപ്പോസിറ്റ് ഫെയിൽ ആണ്. They failed to find a solution to the problem. ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു. They succeeded in finding എന്ന് പറഞ്ഞാൽ കണ്ടെത്തുന്നതിൽ അവർ വിജയിച്ചു എന്നർത്ഥം. They failed to find എന്ന് പറയുമ്പോൾ കണ്ടെത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നർത്ഥം. ഫെയിലിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇൻഫിനിറ്റീവ് ആണ്. സക്സീഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ പ്ലസ് ING ആണ്. ഓരോ വെർബിന് ശേഷവും നമുക്ക് എന്ത് ഉപയോഗിക്കാം എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. പലരും കരുതും ടെൻസ് മാത്രം പഠിച്ചാൽ മതി. ടെൻസ് ആവശ്യമുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ടെൻസ് മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ സെന്റൻസസ് നിർമ്മിക്കാൻ സാധിക്കില്ല. ഓരോ വേർബ്സിന് ശേഷവും മറ്റ് എന്ത് സ്ട്രക്ചേഴ്സ് വരും അതുകൂടി നമ്മൾ അറിയണം. ചില വെർബിന് ശേഷം ING ഫോംസ് ആയിരിക്കും, ചിലതിന് ശേഷം പ്രൊപ്പോസിഷൻ പ്ലസ് ING ഫോം ആയിരിക്കും, ചിലതിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും. ഇതെല്ലാം എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായി സെന്റൻസസ് നിർമ്മിക്കാൻ സാധിക്കൂ. പാസ് ഫെയിൽ വളരെ ഈസി ആയ ഒരു കാര്യമാണ്, പക്ഷെ പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ കണ്ടിട്ടുണ്ട്. പാസും ഫെയിലും നമ്മൾ ഉപയോഗിക്കുന്ന പരീക്ഷകളിൽ, ടെസ്റ്റുകളിൽ, അതിലെല്ലാം ജയിക്കുന്നതിനെ കുറിച്ചും പരാജയപ്പെടുന്നതിനെ കുറിച്ചും പറയുന്നതിന് വേണ്ടിയാണ്. ഷീ പാസ്ഡ് ദ ടെസ്റ്റ്, അവൾ പരീക്ഷ ജയിച്ചു, അവൾ ആ ടെസ്റ്റ് ജയിച്ചു. ഷീ ഫെയിൽഡ് ദ ടെസ്റ്റ്, അവൾ ആ ടെസ്റ്റ് തോറ്റു. ഇവിടെ വിൻ, ലൂസ് അതുപോലത്തെ വേർബ്സ് ഉപയോഗിക്കരുത്. മലയാളത്തിൽ പറയുമ്പോൾ ജയിച്ചു, വിൻ എന്ന് പറഞ്ഞാലും പാസ് എന്ന് പറഞ്ഞാലും മലയാളത്തിൽ അതിന് ജയിക്കുക എന്ന അർത്ഥം തന്നെയാണ്. പക്ഷെ ഇംഗ്ലീഷിൽ അത് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വിൻ ചെയ്യുന്നത് ഒരു കോണ്ടസ്റ്റ് ആയിരിക്കും, ഒരു മാച്ച്, ഒരു ഗെയിം, ഒരു യുദ്ധം, ഒരു കോൺഫ്ലിക്റ്റ്, ഇതെല്ലാമാണ് നമ്മൾ വിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോട്ടറി, ജാക്ക്പോട്ട്, ഇതെല്ലാം വിൻ ചെയ്തു എന്നാണ് പറയുക. ഇതൊന്നും പാസ് ചെയ്തു എന്ന് പറയില്ല. ഇതൊന്നും നമ്മൾ പാസ്സാവാറില്ല. പക്ഷെ പരീക്ഷ, ഇന്റർവ്യൂ, ടെസ്റ്റ്, ഇതെല്ലാം നമ്മൾ പാസ്സാവുകയാണ് ചെയ്യുന്നത്. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ പാസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫെയിൽ ആണ്. അപ്പം നമ്മളൊരു ഗെയിം ജയിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ലൂസ് ആണ്. വാട്ട് വുഡ് യു ഡു ഇഫ് യു വൺ എ ലോട്ടറി? ഒരു ലോട്ടറി ജയിച്ചാൽ, ഒരു ലോട്ടറി കിട്ടിയാൽ നീ എന്ത് ചെയ്യും? ഇവിടെ ലഭിച്ചാൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ വിൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ പാസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. വാട്ട് വുഡ് യു ഡു ഇഫ് യു വൺ എ ലോട്ടറി? ഡു യു തിങ്ക് ദാറ്റ് വി വിൽ വിൻ ദ ഗെയിം? നമ്മൾ ആ ഗെയിം ജയിക്കുമെന്ന്, നമ്മൾ ആ മാച്ച് ജയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് ദാറ്റ് വി വിൽ വിൻ ദ ഗെയിം? വി വിൽ പാസ് ദ ഗെയിം അല്ല, വി വിൽ വിൻ ദ ഗെയിം. വി ലോസ് ദ ഗെയിം ബിക്കോസ് അവർ ടീം ഡിഡിൻ പ്ലേ വെൽ. ഞങ്ങളുടെ ടീം നല്ലതുപോലെ കളിച്ചില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തോറ്റു. വി ഫെയിൽ ദ ഗെയിം അല്ല, വി ലോസ് ദ ഗെയിം. നമുക്കത് നഷ്ടമായി. വി ലോസ് ദ ഗെയിം ബിക്കോസ് അവർ ടീം ഡിഡിൻ പ്ലേ വെൽ. ഐ റാൻ എ മാരത്തോൺ ലാസ്റ്റ് വീക്ക് ബട്ട് ഐ ഫെയിൽ ടു ഫിനിഷ് ഇറ്റ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മാരത്തോൺ ഓടി, പക്ഷെ എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പൂർത്തിയാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. ഐ ഫെയിൽ ടു ഫിനിഷ് ഇറ്റ്. ഐ ലോസ്റ്റ് അല്ല, ഐ ഫെയിൽ ടു ഫിനിഷ് ഇറ്റ്. പാസ് എന്ന വെർബ് ഉപയോഗിക്കുമ്പോൾ പലരും വരുത്തുന്ന മറ്റൊരു തെറ്റാണ് അതിൻ്റെ കൂടെ ഔട്ട് എന്ന പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കുന്നത്. പാസ് ഔട്ട് എന്ന വാക്കിന് ജയിക്കുക എന്നല്ല അർത്ഥം, ബോധരഹിതനാവുക അല്ലെങ്കിൽ ബോധരഹിതയാവുക എന്നാണ് അർത്ഥം. ബോധം നഷ്ടപ്പെട്ടു പോവുക. ഷീ പാസ്ഡ് ഔട്ട് എന്ന് പറയുമ്പോൾ അവൾ ബോധരഹിതയായി എന്നാണ് അർത്ഥം, അല്ലാതെ അവൾ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ജയിച്ചു എന്നല്ല. നമ്മുടെ നാട്ടിൽ പലപ്പോഴും എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. അങ്ങനെ പറയരുത്. നമ്മൾ സ്കൂളിൽ നിന്ന് ജയിച്ചു എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ പാസ് ഔട്ട് അല്ല, ഗ്രാജുവേറ്റ് ആണ്.
ഷീ ഗ്രാജുവേറ്റഡ് ഫ്രം ഹൈസ്കൂൾ ലാസ്റ്റ് ഇയർ. അവൾ കഴിഞ്ഞ വർഷം സ്കൂളിലത്തെ പഠനം പൂർത്തിയാക്കി. അവൾ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഗ്രാജുവേറ്റ് എന്ന വേർഡ് കോളേജിൽ ഒരു കോഴ്സ് പൂർത്തിയാക്കിയ ആളെ കുറിച്ച്, ഒരു ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കിയ ആളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ പക്ഷെ ആ ഒരു മീനിങ്ങിലല്ല ഈ വേർഡ് യൂസ് ചെയ്യുന്നത്. ഗ്രാജുവേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിരുന്ന ആ കോഴ്സ് അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് മാത്രമാണ് അർത്ഥം. കുട്ടികൾക്ക് നഴ്സറിയിൽ നിന്ന് KGയിലേക്ക്, അതുപോലെ KGയിൽ നിന്ന് പ്രൈമറിയിലേക്ക് എല്ലാം ഗ്രാജുവേറ്റ് ചെയ്യാം. ഷീ ഈസ് ഗ്രാജുവേറ്റിംഗ് നെക്സ്റ്റ് ഇയർ. ഈ സെന്റൻസിന് അർത്ഥം അവൾ പഠിക്കുന്ന കോഴ്സ് എന്തോ അത് അടുത്ത വർഷം അവൾ പൂർത്തിയാക്കും എന്നാണ്. അവൾ അവളുടെ ബാച്ചിലേഴ്സ് പ്രോഗ്രാം പൂർത്തിയാക്കും എന്നൊരു മീനിങ് ഇതിനില്ല. ഷീ ഈസ് പാസിംഗ് ഔട്ട് നെക്സ്റ്റ് ഇയർ എന്ന് പറയരുത്. ഷീ ഈസ് ഗ്രാജുവേറ്റിംഗ് നെക്സ്റ്റ് ഇയർ. ജയിക്കുക എന്ന അർത്ഥത്തിൽ പാസ് ഔട്ട് എന്ന വെർബ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പാസ് ഔട്ട് എന്ന ഫ്രേസൽ വെർബിന് ബോധം നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. ഒരാൾ സക്സസ്ഫുള്ളി അവരുടെ പഠനം പൂർത്തിയാക്കി എന്ന് പറയാൻ ഗ്രാജുവേറ്റ് എന്ന വെർബ് തന്നെ ഉപയോഗിക്കാം. ഷീ ഗ്രാജുവേറ്റഡ് ഫ്രം ഹൈസ്കൂൾ ലാസ്റ്റ് ഇയർ. ഷീ ഈസ് ഗ്രാജുവേറ്റിംഗ് നെക്സ്റ്റ് ഇയർ. അവൾ അടുത്ത വർഷം അവളുടെ പഠനം പൂർത്തിയാക്കുകയാണ്. ഇനി ഇതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റു രണ്ട് വേർബ്സ് ആണ് വിൻ, ബീറ്റ്. വിൻ എന്ന് പറയുമ്പോൾ ജയിക്കുക, ബീറ്റ് എന്ന് പറയുമ്പോൾ തോൽക്കുക അല്ല തോൽപ്പിക്കുക എന്നാണ് അർത്ഥം. ഐ നെവർ വിൻ. ഞാൻ ഒരിക്കലും ജയിക്കാറില്ല. വെൻ ഐ പ്ലേ ടെന്നീസ് വിത്ത് മൈ സിസ്റ്റർ. എൻ്റെ സിസ്റ്ററുടെ കൂടെ ടെന്നീസ് കളിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ജയിക്കാറില്ല. ഐ നെവർ വിൻ. മൈ സിസ്റ്റർ ഓൾവേസ് ബീറ്റ്സ് മീ വെനെവർ വി പ്ലേ ടെന്നീസ്. ഞങ്ങൾ ടെന്നീസ് കളിക്കുമ്പോഴെല്ലാം എൻ്റെ സിസ്റ്റർ എന്നെ തോൽപ്പിക്കാറുണ്ട്. മൈ സിസ്റ്റർ ഓൾവേസ് ബീറ്റ്സ് മീ. എന്നെ തോൽപ്പിക്കാറുണ്ട്. മൈ സിസ്റ്റർ ഓൾവേസ് ഫെയിൽസ് മീ എന്നല്ല പറയുന്നത്. മൈ സിസ്റ്റർ ഓൾവേസ് ബീറ്റ്സ് മീ. തോൽപ്പിക്കുക എന്ന അർത്ഥത്തിൽ ബീറ്റ് എന്ന വെർബ് ഉപയോഗിക്കാം. ഡിഫീറ്റ് എന്ന വെർബ് നമുക്ക് ഉപയോഗിക്കാം. ഹി പ്ലേഡ് വെൽ. അവൻ നന്നായി കളിച്ചു. ബട്ട് ഐ മാനേജ് ടു ബീറ്റ് ഹിം. പക്ഷേ എനിക്ക് അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. നമ്മളൊരു കാര്യം അല്പം ബുദ്ധിമുട്ടി വിഷമിച്ച് ചെയ്തു എന്ന് പറയാനാണ് മാനേജ് ടു ഉപയോഗിക്കുന്നത്. ബട്ട് ഐ മാനേജ് ടു ബീറ്റ് ഹിം. ഞാൻ അല്പം പരിശ്രമിച്ചിട്ടാണെങ്കിലും എനിക്ക് അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. മിസ്, ലൂസ്. ഇതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റു രണ്ട് വേർബ്സ് ആണ്. രണ്ടിനും നഷ്ടപ്പെടുക എന്നർത്ഥമുണ്ട്. പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ മിസ്സാവുന്നത് ഏതെങ്കിലും ഒരു അവസരമായിരിക്കും. ബസ്, ട്രെയിന്, അതുപോലത്തെ എന്തെങ്കിലും ആയിരിക്കും. നമുക്കൊരിക്കലും ബസ്സോ ട്രെയിനോ ലൂസ് ആവില്ല. അതൊരിക്കലും നമ്മുടെ ആയിരുന്നതുമില്ല. ഐ ഹാവ് ലോസ്റ്റ് വെയിറ്റ്. എൻ്റെ ഭാരം കുറഞ്ഞിരിക്കുന്നു. എനിക്ക് ഭാരം നഷ്ടമായിരിക്കുന്നു. ഐ ഹാവ് ലോസ്റ്റ് മൈ വാലറ്റ്. എൻ്റെ പേഴ്സ് നഷ്ടമായിരിക്കുന്നു. ഇതെല്ലാം എൻ്റെ ആയിരുന്ന വസ്തുക്കളാണ്. അത് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെർബ് ലൂസ് തന്നെയാണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ലോസ്റ്റ്. ഐ മിസ് ദ ഫ്ലൈറ്റ് ബിക്കോസ് ഐ ഓവർ സ്ലെപ്റ്റ്. അധികം ഉറങ്ങിയത് കാരണം എനിക്ക് ഫ്ലൈറ്റ് നഷ്ടമായി. ഐ ലോസ്റ്റ് ദ ഫ്ലൈറ്റ് അല്ല, ഐ മിസ് ദ ഫ്ലൈറ്റ്. ഐ സ്റ്റിൽ മിസ് ഹിം. ഞാൻ ഇപ്പോഴും അവനെ മിസ് ചെയ്യാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ പ്രസൻസ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നതും മിസ് എന്ന വെർബാണ്. ഐ സ്റ്റിൽ മിസ് ഹിം. ഐ സ്റ്റിൽ ലൂസ് ഹിം അല്ല, ഐ സ്റ്റിൽ മിസ് ഹിം. ഞാൻ ഇപ്പോഴും അവനെ മിസ് ചെയ്യാറുണ്ട്. ഷീ ത്രൂ എ ബോട്ടിൽ അറ്റ് മീ ബട്ട് മിസ്ഡ്. നമ്മളൊരു ലക്ഷ്യം കണ്ടെത്താൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിന് വേണ്ടിയും നമുക്ക് മിസ് എന്ന വെർബ് ഉപയോഗിക്കും. അവൾ എൻ്റെ നേരെ ഒരു കുപ്പി എറിഞ്ഞു, ഒരു ബോട്ടിൽ എറിഞ്ഞു, പക്ഷെ അത് എൻ്റെ മേൽ കൊണ്ടില്ല. ബട്ട് മിസ്ഡ്, അതായത് ലക്ഷ്യം സാധിക്കുന്നതിൽ അവൾ പരാജയപ്പെട്ടു. ഷീ ത്രൂ എ ബോട്ടിൽ അറ്റ് മീ ബട്ട് മിസ്ഡ്. അതെൻ്റെ ദേഹത്ത് കൊണ്ടില്ല. ഈ അർത്ഥത്തിലും നമുക്ക് മിസ് എന്ന വെർബ് ഉപയോഗിക്കാം. തിങ്ക്. ഈ വെർബിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് ആലോചിക്കുക. കൺസിഡർ എന്നതിൻ്റെ സിമിലറായ മീനിങ് ഉള്ള ഒരു വെർബ്. മറ്റൊന്ന് അഭിപ്രായം. എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തിങ്ക് അതിൻ്റെ ING ഫോമിൽ യൂസ് ചെയ്യില്ല. ഞാനൊരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് എന്ന് പറയുമ്പോൾ തിങ്ക് എല്ലായ്പ്പോഴും അതിൻ്റെ ING ഫോമിൽ തന്നെ വേണം ഉപയോഗിക്കാൻ. ഞാനൊരു വീട് വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഐ എം തിങ്കിങ് ഓഫ് ബൈയിങ് എ ഹൗസ്. ഐ തിങ്ക് ഓഫ് അല്ല, ഐ എം തിങ്കിങ് ഓഫ്. തിങ്കിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. എബൌട്ട് എന്ന പ്രിപ്പോസിഷനും ഉപയോഗിച്ച് കാണാറുണ്ട്. പക്ഷെ കോമൺലി യൂസ് ചെയ്യുന്നത് ഓഫ് എന്ന പ്രിപ്പോസിഷനാണ്. പിന്നെ വരുന്നത് ING ഫോമാണ്. പ്രിപ്പോസിഷൻസിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും ING ഫോമിലായിരിക്കണം. ഐ എം തിങ്കിങ് ഓഫ് ബൈയിങ് എ ഹൗസ്. ഒരു വീട് വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഐ എം തിങ്കിങ് ഓഫ് അപ്ലൈയിങ് ഫോർ ദാറ്റ് ജോബ്. ആ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഐ എം തിങ്കിങ് ഓഫ് ക്വിറ്റിംഗ് മൈ ജോബ്. എൻ്റെ ജോലി ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരർത്ഥത്തിൽ തിങ്ക് ഉപയോഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും അതിൻ്റെ ING ഫോമിൽ തന്നെ അത് ഉപയോഗിക്കാം. ഐ എം തിങ്കിങ് ഓഫ് റൈറ്റിംഗ് എ നോവൽ. ഞാനൊരു നോവൽ എഴുതുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഐ തിങ്ക് ഓഫ് അല്ല, ഐ എം തിങ്കിങ് ഓഫ് പ്ലസ് ING. ഇനി എന്താണ് നമുക്ക് എന്തിനെയെങ്കിലും കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുമ്പോൾ തിങ്ക് അതിൻ്റെ ING ഫോമിൽ ഉപയോഗിക്കരുത്.
അവനെക്കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? വാട്ട് ഡു യു തിങ്ക് ഓഫ് ഹിം? അവനെക്കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? വാട്ട് ആർ യു തിങ്കിങ് ഓഫ് ഹിം അല്ല, വാട്ട് ഡു യു തിങ്ക് ഓഫ് ഹിം. വാട്ട് ആർ യു തിങ്കിങ് എന്ന് ചോദിച്ചാൽ നീ ഇപ്പോൾ എന്താണ് ആലോചിക്കുന്നത് എന്നർത്ഥമാണ്. വാട്ട് ഡു യു തിങ്ക് ഓഫ് ഹിം എന്ന് ചോദിക്കുമ്പോൾ അവനെക്കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? വാട്ട് ഡു യു തിങ്ക് ഓഫ് മൈ ഹെയർ സ്റ്റൈൽ? എൻ്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? വാട്ട് ഡു യു തിങ്ക് ഓഫ് ഹെർ ബോയ് ഫ്രണ്ട്? അവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? അപ്പോൾ ഈ വെർബ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരാളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ തിങ്ക് അതിൻ്റെ ING ഫോമിൽ ഉപയോഗിക്കരുത്. ഞാനൊരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് എന്ന് പറയുമ്പോൾ തിങ്ക് അതിൻ്റെ ING ഫോമിൽ തന്നെ വേണം ഉപയോഗിക്കാൻ. അക്യൂസ്, ആരോപിക്കുക. നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്തു എന്ന് പറയുന്നതിനാണ് അക്യൂസ് എന്ന വെർബ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് പ്രത്യേക സ്ട്രക്ചറിലാണ്. ആ സ്ട്രക്ചർ കൂടി ശ്രദ്ധിക്കുക. അക്യൂസ് സംബഡി ഓഫ് സംതിങ്. അക്യൂസിന് ശേഷം ആരുടെ മേലാണോ ആ ആരോപണം ഉള്ളത് അവരെ സൂചിപ്പിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ, പിന്നെ ഓഫ് എന്ന പ്രിപ്പോസിഷൻ, പിന്നെ ആ ആരോപിക്കപ്പെട്ട കാര്യം എന്തോ അത്. അക്യൂസ് സംബഡി ഓഫ് സംതിങ്. ഇതേ സ്ട്രക്ചറിൽ തന്നെ വേണം അത് ഉപയോഗിക്കാൻ. ഞാൻ കള്ളം പറയുകയാണെന്ന് അവൾ ആരോപിച്ചു. അവൾ ആരോപിച്ചു. ഷീ അക്യൂസ്ഡ്. ആ ആരോപണം എൻ്റെ മേലാണുള്ളത്. അപ്പോൾ എന്നെ സൂചിപ്പിക്കുന്ന പ്രൊനൗൺ മീ. പിന്നെ അതിനുശേഷം ഓഫ് എന്ന പ്രിപ്പോസിഷൻ, പിന്നെ അതിനുശേഷം ആരോപിക്കപ്പെട്ട ആ കുറ്റം എന്താണത്? കള്ളം പറയുക. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന നൗൺ അല്ലെങ്കിൽ ING ഫോം. ING ഫോം ഉപയോഗിക്കാൻ കാരണം അറിയാലോ, ഓഫ് പ്രിപ്പോസിഷൻ ആണ്. പിന്നെ അതിനുശേഷം വെർബ് വരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ING ഫോമിലായിരിക്കണം. ഷീ അക്യൂസ് മീ ഓഫ് ടെല്ലിംഗ് ലൈസ്. ഞാൻ കള്ളം പറയുകയാണെന്ന് അവൾ ആരോപിച്ചു. ഷീ അക്യൂസ് മീ ഓഫ് ടെല്ലിംഗ് ലൈസ്. ഓഫ് ടെല്ലിംഗ് ലൈസ്. ഷീ അക്യൂസ് മീ ഓഫ് സ്റ്റീലിംഗ് ഹെർ മാംഗോസ്. അവളുടെ മാങ്ങകൾ ഞാൻ മോഷ്ടിക്കുന്നുണ്ടെന്ന് അവൾ ആരോപിച്ചു. ഷീ അക്യൂസ് മീ ഓഫ് സ്റ്റീലിംഗ് ഹെർ കുക്കുംബേഴ്സ്. സസ്പെക്ട്, സംശയിക്കുക. അവൻ്റെ ഉദ്ദേശശുദ്ധി ഞാൻ സംശയിച്ചു. അവൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് ഞാൻ സംശയിച്ചു. അവൻ്റെ ഉദ്ദേശങ്ങളാണ് അവൻ്റെ മോട്ടീവ്സ്. ഐ സസ്പെക്റ്റഡ് ഹിസ് മോട്ടീവ്സ്. അവൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ സംശയിച്ചു. ഐ സസ്പെക്റ്റഡ് ഹിസ് മോട്ടീവ്സ്. ദേ സസ്പെക്റ്റഡ് ഹിം ഓഫ് ബീയിങ് എ സ്പൈ. ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ അക്യൂസിന് ശേഷം ഉപയോഗിച്ച അതേ സ്ട്രക്ചറാണ്. സസ്പെക്റ്റിന് ശേഷം പിന്നെ ആരാണോ ആ സംശയത്തിന് വിധേയനാവുന്നത് അവരെ സൂചിപ്പിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ, പിന്നെ ഓഫ്, പിന്നെ ആ എന്താണോ സംശയിക്കപ്പെടുന്നത് അതിനെ സൂചിപ്പിക്കുന്ന ഒരു ING ഫോം. ദേ സസ്പെക്റ്റഡ് ഹിം ഓഫ് ബീയിങ് എ സ്പൈ. എക്സ്പെക്റ്റ്. ഒരു കാര്യം പ്രതീക്ഷിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് എക്സ്പെക്റ്റ്. നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട്. നല്ലത് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വെർബ് ഹോപ്പാണ്, എക്സ്പെക്റ്റ് അല്ല. ഐ എക്സ്പെക്ട് ടു ഗെറ്റ് ദ ജോബ്. എനിക്ക് ആ ജോലി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ കരുതുന്നു. ഐ എക്സ്പെക്ട് ഹെർ ടു ഗെറ്റ് ദ ജോബ്. അവൾക്ക് ആ ജോലി ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഐ എക്സ്പെക്ട്, ഇത് തന്നെ നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ചും പറയാം. ഐ എക്സ്പെക്ട് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദ ജോബ്, അല്ലെങ്കിൽ ഐ എക്സ്പെക്ട് ദാറ്റ് ഷീ വിൽ ഗെറ്റ് ദ ജോബ്. അവൾക്ക് ആ ജോലി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വി എക്സ്പെക്ട് ടു ബി ലേറ്റ്. ഞങ്ങൾ വൈകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. വി എക്സ്പെക്ട് ദം ടു ബി ലേറ്റ്. അവർ വൈകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ ഞങ്ങൾ കരുതുന്നത്, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷിക്കുക എന്നതിന് പൊതുവെ പോസിറ്റീവായൊരു മീനിങ് ആണ്. പക്ഷേ ഇംഗ്ലീഷിൽ എക്സ്പെക്ട് എന്ന വാക്കിന് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാനും നല്ലതും ചീത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഈ വെർബ് ഉപയോഗിക്കും. വി എക്സ്പെക്ട് ടു ബി ലേറ്റ്. റിമെമ്പർ, റിമൈൻഡ്. റിമെമ്പർ എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക, റിമൈൻഡ് എന്ന് പറയുമ്പോൾ ഓർമ്മിപ്പിക്കുക. റിമെമ്പർ ടു പോസ്റ്റ് ദ ലെറ്റർ. ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ ഓർമ്മിക്കണം. റിമൈൻഡ് മീ ടു പോസ്റ്റ് ദ ലെറ്റർ. ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ എന്നെ ഓർമ്മിപ്പിക്കണം. റിമൈൻഡിന് ശേഷം പിന്നെ ആരെയാണോ ഓർമ്മിപ്പിക്കേണ്ടത് അവരെ സൂചിപ്പിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ വരും. റിമെമ്പർ ടു പോസ്റ്റ് ദ ലെറ്റർ. ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ ഓർമ്മിക്കണം. ലേൺ, ടീച്ച്. ലേൺ എന്ന് പറയുമ്പോൾ പഠിക്കുക, ടീച്ച് എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുക. ഐ ലേൺ ടു ഡ്രൈവ് വെൻ ഐ വാസ് 18. 18 വയസ്സുള്ളപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു. ലേണിന് രണ്ട് പാസ്റ്റ് സിമ്പിൾ ഫോംസ് ഉണ്ട്. NTയിൽ അവസാനിക്കുന്നതും ഉണ്ട്, NEDയിൽ അവസാനിക്കുന്നതും ഉണ്ട്. ഐ ലേൺ ടു ഡ്രൈവ് വെൻ ഐ വാസ് 18. ഹൂ ടോട്ട് യു ടു ഡ്രൈവ്? ഹൂ ലേൺഡ് അല്ല, ഹൂ ടോട്ട് യു ടു ഡ്രൈവ്. ആരാണ് നിന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിച്ചത്? ലേൺ പഠിക്കുക, ടീച്ച് പഠിപ്പിക്കുക. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഇത് പറയാൻ നിങ്ങൾക്ക് പല വേർബ്സ് ഉപയോഗിക്കാം. ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ വേർബ്സ് ഉപയോഗിച്ച് തന്നെ ഇത് പറയണം എന്നൊന്നുമില്ല. അതുപയോഗിച്ച് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റേതെങ്കിലും വേർബ്സ് ഉപയോഗിച്ച് ഇതേ മീനിങ് വരുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഈ ലെസൺ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.